ആരും വീഡിയോ ഓൺ ആക്കി ഇരിക്കാത്തതുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊരു ഒരു വൈക്ലഭ്യം. എനിവേ, ഗുഡ് മോർണിംഗ്. എന്റെ പേര് നീതു, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്ഥലം. ഇന്ന് നമ്മുടെ ടീം മീറ്റ് ആണല്ലേ. നമ്മുടെ ടീം മീറ്റിലേക്ക് എല്ലാവരും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ആ സന്തോഷം നമുക്ക് പകർന്ന് കിട്ടണമെങ്കിൽ ഇപ്പൊ നമുക്ക് സംസാരിക്കാനായിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓണാക്കി കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷം. നമ്മുടെ ടീമിൽ ആരെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അവരെ ഒന്ന് വിളിക്കാം. ആരെങ്കിലും കയറാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മുടെ മെയിൻ ലീഡേഴ്സ് ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവരൊക്കെ നമുക്ക് കാര്യങ്ങൾ പിന്നീട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും വളരെ സന്തോഷം നിങ്ങളെയൊക്കെ ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ. ഒരുപാട് കാലം കൂടിയിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ വരുന്നത് തന്നെ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. നമുക്കറിയാം, നമ്മള് എല്ലാ ആഴ്ചയിലും നമ്മുടെ ഫാമിലി മീറ്റ് അല്ലെ, ഫാമിലി മീറ്റ് നടത്താറുണ്ട്. ഇതുപോലെ ഫാമിലി മീറ്റ് നടത്തുമ്പോൾ ആരും തന്നെ ഡോറിന് പുറകിൽ പോയിട്ട് ഇരിക്കാറില്ല. എല്ലാവരും മുന്നിൽ വന്ന് സംസാരിക്കാൻ നമ്മളെല്ലാവരും അല്ലെ സുന്ദരികളും സുന്ദരന്മാരും ഒക്കെയാണ്. അപ്പൊ ആരും അത് ഓർത്തിട്ട് വീഡിയോ ഓഫ് ആക്കി വെക്കണ്ട. മാക്സിമം പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഓൺ ആക്കുക, എങ്കിലാണ് ഷാജി സാറും സംസാരിക്കോളൂ എന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറിന് അവിടെ സ്ക്രീന് ഫുൾ ആവണം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. എന്താ പറയാ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ച ചെയ്യുന്ന കൂട്ടത്തില് നമുക്ക് ഷാജി സാറിന് നമ്മളോട് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട്. കാരണം ഒരുപാട് പുതിയ ആളുകള് ജോയിൻ ആയിട്ടുണ്ടല്ലേ ഇപ്പൊ ഈ കുറച്ച് കാലങ്ങൾ നമ്മുടെ 1000 പ്ലാൻ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം. ഷാജി സാർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിന് മുന്നൊരു എന്താ പറയാ, മാൻ ഓഫ് ദ ഡേ ഉണ്ട് നമുക്ക് ഇവിടെ. ഇന്ന് ഗസ്റ്റ് അല്ല, നമ്മളുടെ സ്വന്തം ആളാണ്. ഇന്ന് കറക്റ്റ് ആയിട്ട് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാ ഗ്രൂപ്പിലും രാവിലെ നിറഞ്ഞു നിന്ന് 12% എന്ന ഒരു ഫാസ്റ്റ് ആയിട്ട് മീൻസ് 12% അച്ചീവ് ചെയ്ത നമ്മുടെ ഷാഹുൽ സാറ് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ മെയിൻ ആളാണ്. കാരണം അദ്ദേഹം ഓൾറെഡി നമ്മള് അനുമോദിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാൽ പോലും ഇന്ന് ടീം മീറ്റ് നടക്കുന്ന ദിവസമായതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. സാറ് കോഴിക്കോട് സ്വദേശിയാണ്. ഒരുപാട് മറ്റ് എന്താ പറയാ ഇങ്ങനെ നെറ്റ്വർക്കിലൊക്കെ അത്യാവശ്യം മുൻപരിചയമുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തായാലും ഷാവുൽ സാറിന്റെ അനുഭവങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള സാറിനോട് തന്നെ സാറിന്റെ നേരിട്ടുള്ള അനുഭവം നമുക്ക് നേരിട്ട്. എന്റെ പേര് ഷാവുൽ കോഴിക്കോട്. അപ്പൊ ഞാൻ എന്റെ ഇതില് 7 കൊല്ലത്തെ നെറ്റ്വർക്ക് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അറിയാത്ത കുറെ കാര്യം എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് കിട്ടി. കാരണം നല്ല ഒരു ലീഡേഴ്സിന്റെ സപ്പോർട്ട്, പിന്നെ നമുക്ക് ഇതുപോലെ നല്ല ഫാസ്റ്റ് ആയിട്ട് ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റി. 12% പെട്ടെന്ന് എത്താൻ പറ്റി. മറ്റുള്ള കമ്പനി എന്ന് പറഞ്ഞാല് പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനി എന്ന് പറഞ്ഞാല് ഞാൻ ഈ കമ്പനീന്റെ പ്ലാന് ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ ഈ കമ്പനീന്റെ പ്ലാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല. അന്ന് ജോയിൻ ചെയ്യാത്ത ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ആ കമ്പനിയാണ് ബെസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പം പിന്നെ ആ കമ്പനി എനിക്ക് മനസ്സിലായി ആ കമ്പനിനേക്കാളും ബെസ്റ്റ് ഇത് ഏത് സാധാരണക്കാർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ് ഈ കമ്പനി. ഒരു പാക്കേജും ഒരു
കമ്പൽസറി ആയിട്ടുള്ള പർച്ചേസിങ് ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ടീം ഡെവലപ്പ് ചെയ്യാനും ഏത് സാധാരണക്കാർക്കും ബിസിനസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മറ്റുള്ള കമ്പനിയൊക്കെ ആകുമ്പോൾ നമുക്ക് പാക്കേജ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനിയൊക്കെ ഉണ്ട്. കമ്പനിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമുക്ക് ടീം ഡെവലപ്പ് ആവില്ല. അപ്പം ഈ കമ്പനിന്റെ വേറൊരു ഈ കമ്പനിന്റെ അല്ല, നമ്മുടെ ടീമിന്റെ ഒരു നല്ലൊരു ടീം സപ്പോർട്ട് എനിക്ക് കിട്ടാൻ അവസരം ഉണ്ടായി. മറ്റുള്ള ഞാന് ഫുൾ ഓൺലൈനിലാണ് അതിലാണ് വർക്ക്. ഈ കമ്പനിന്റെ വർക്ക് ഞാൻ ഒരാളോടും പുറത്തു പോയിട്ട് വർക്ക് കൊടുത്തിട്ടില്ല. ഫുൾ ഓൺലൈനായിട്ട് ആണ് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. ഒരു പൈസ എനിക്ക് ഈ കമ്പനിന്റെ പേരില് ചെലവായിട്ടില്ല. ചെലവാന്ന് പറഞ്ഞാല് പ്ലാൻ കൊടുക്കാൻ പോകാനും ചെലവായിട്ടില്ല. കേരളത്തിൽ എനിക്ക് 14 ജില്ലയിൽ നിന്നും എനിക്ക് ടീമുണ്ട്. കാരണം ഓൺലൈനിൽ വർക്ക് ചെയ്തിട്ടാണ്. ഓൺലൈനിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് നല്ല സപ്പോർട്ടും ഉണ്ടായി. സപ്പോർട്ട് പറഞ്ഞാൽ ഷാജി സാറ് 3 ടൈമിലാണ് കമ്പനീന്റെ പ്ലാൻ വെക്കുന്നത്. കമ്പനിയുടെ അല്ല, നമ്മളെ ടീമിന്റെ പ്ലാന് ഉച്ചക്ക് 2 മണിക്കും 5 മണിക്കും 7 മണിക്കും. അതില് ആ മീറ്റിങ്ങിൽ ഞാൻ നല്ലോണം മുതലാക്കാറുണ്ട്. എനിക്ക് ഓൺലൈനിൽ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ട് എന്റെ ടീമിന് ഞാൻ അത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നല്ല ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ്. അപ്പൊ എനിക്ക് ഫാസ്റ്റ് ആയിട്ട് 12% എത്താൻ പറ്റി. പിന്നെ എന്റെ ടീമിന്റെ സപ്പോർട്ടും എന്റെ സായി സാറെ സപ്പോർട്ടും ആണ് എനിക്ക് നല്ല ഗുണകരമായിട്ട് കിട്ടിയത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാന് വേറെ കമ്പനി വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നമുക്ക് പ്ലാൻ കൊടുത്തിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. പക്ഷെ ഈ കമ്പനിയിൽ ഡയറക്റ്റ് ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. നേരെ ഫോം ഫില്ല് ചെയ്ത് തരും. മറ്റുള്ള കമ്പനികളിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോളോ അപ്പ് ചെയ്യണോ കാര്യങ്ങൾ, ഇത്ര രൂപക്ക് ഇന്നെ പർച്ചേസ് ചെയ്യുക അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ടീം ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ തന്നെയാണ് എന്റെ എക്സ്പീരിയൻസ്. പിന്നെ ഈ കുറെ കാര്യങ്ങൾ പറയാണ്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. എന്തായാലും എല്ലാവർക്കും വീഡിയോ ഓൺ ആക്കി ഇരിക്കുന്ന ആൾക്കാരൊക്കെ സാർ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. വീഡിയോ ഓഫ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ചാറ്റ് ബോക്സിൽ നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക കേട്ടോ. കൈയടിക്കാൻ ആരും മറക്കണ്ട, കാരണം മടിക്കണ്ട. കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും കൈ അടിച്ചിട്ടായിരിക്കും. അത് എപ്പോഴും എല്ലാവർക്കും നല്ലൊരു സപ്പോർട്ടായിരിക്കും. കലാകാരന്മാരെന്ന് പറയുമ്പോൾ ഈ ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, ചിത്രം വരയ്ക്കുക, അവര് മാത്രമല്ല കേട്ടോ കലാകാരന്മാര്. കലാകാരന്മാരെന്ന് പറഞ്ഞാല് ഒരു നല്ല ഭംഗിയില് ഇഷ്യൂ ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീട്ടമ്മ നല്ലൊരു കലാകാരിയാണ്. അതിനോടൊപ്പം തന്നെ തന്റെ ബിസിനസ്സും കരിയറും എല്ലാം കൂടെ ഒരുമിച്ചോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ ബിസിനസ് എത്ര സ്മൂത്ത് ആയിട്ട് എത്ര ഓരോന്നും കലയാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് കലയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ കലാകാരന്മാരാണ്. നമുക്ക് കിട്ടുന്ന ഉത്സാഹം എന്ന് പറയുന്നതും നല്ല ക്ലാപ്പാണ് കേട്ടോ. അപ്പൊ അതെല്ലാം നല്ലൊരു ഇനിയും നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്താൻ സാറിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമാക്കുന്നു. നമുക്കറിയാം ഇനിയിപ്പോ നമ്മളോട് സംസാരിക്കാനുള്ള നമ്മുടെ ക്യാപ്റ്റൻ ആണ്. എന്താ നമ്മളോട് പറയാനുള്ളത് നോക്കാം. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ കലാകാരൻ എന്ന് പറയാം ഷാജി സാറിന് അല്ലെ. നമുക്ക് എല്ലാവർക്കും പുതിയതായിട്ട് ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക്, ഇന്ന് പ്ലാൻ കേട്ട വ്യക്തിക്കടക്കം ഷാജി സാറിന് അറിയാം. കാരണം എന്താ, അത്രയും സാറ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല ഓർഗനൈസേഷനിലെ 90% കൂടുതലും ലേഡീസ് ആണുള്ളത്. അപ്പൊ ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, ഞാനടക്കം അല്ലെ, എന്നെയൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അത്രയും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം സാധിക്കുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ക്രൗൺ ഡയറക്ടർ ഷാജി സാർ ആൻഡ് സിന്ധു മാഡം അവിടെ അടുത്തുണ്ടാവും എനിക്കറിയാം. എന്തായാലും സാറിന് നമ്മളോട് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. സാറിന് പ്രത്യേകിച്ചായിട്ട് ആരും നമ്മള് ഒരു സ്പെഷ്യൽ വെൽക്കത്തിന്റെ ആവശ്യമുണ്ടോ? സാറിന്റെ പിൻ ലെവല് പറഞ്ഞ്, സാറിന്റെ സ്ഥലം പറഞ്ഞ്, സാറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ടീം മീറ്റില്? ഇല്ലല്ലോ. അപ്പൊ
നമുക്ക് ഷാഹിദ് സാറിനെ കൈ അടിച്ച് നമ്മളോട് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് വെൽക്കം ചെയ്യാം സാറിനെ. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു നീതു. ചൊവ്വാഴ്ച നമ്മളുടെ ടീം മീറ്റാണ്. ഏകദേശം 70 പേരുണ്ട്. നമുക്കിന്ന് ഞാൻ വിളിച്ചത് 100 പേരൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ആദ്യമായിട്ടൊക്കെ ഈ ടീം മീറ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഏറ്റവും സന്തോഷം, പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാർ വീഡിയോ ഓണാക്കിയിരിക്കുന്നതാണ് ഭയങ്കര സന്തോഷം. ബിജിമോൾ, അതുപോലെ റിയ, ഇവരൊക്കെ പുതിയ ആളാണ്, ജസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ വീഡിയോ ഓണാക്കിയിരിക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ടീമിലെ സ്ട്രോങ് ലീഡേഴ്സൊക്കെ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീഡിയോ ഓഫാക്കിയിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ടീം മീറ്റിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ, പറ്റാവുന്ന സാഹചര്യമുള്ള ആൾക്കാരൊക്കെ വീഡിയോ ഓണാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ മുഖം കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങളെ ആരൊക്കെയാണ് നമ്മുടെ ലീഡേഴ്സ് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ടാവും. അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ പല ആൾക്കാരുടെ പേര് നോക്കിയിട്ടാണ്, എനിക്ക് ആളെന്ന് അറിയില്ല, മുഖം കണ്ടിട്ടില്ല. 4500 ആൾക്കാർ എൻ്റെ ഓർഗനൈസേഷനിലുണ്ട്. പേര് മാത്രമേ എനിക്കറിയുള്ളൂ, ആളെ മുഖം അറിയില്ല. ഓക്കെ, എനിവേ വീഡിയോ ഓണാക്കിയിരിക്കുന്ന ആൾക്കാരെ സ്പെഷ്യലായിട്ട് ഞാൻ കൺഗ്രാജുലേഷൻ ചെയ്യാണ്. നിങ്ങൾ നമുക്ക് നല്ല പരിചയമായി വരുന്നുണ്ടാവും. വീഡിയോ ഓണാക്കാത്ത ആൾക്കാർ വിഷമമൊന്നുമില്ല, എല്ലാവരോടും സന്തോഷം, സപ്പോർട്ട് തന്നെയാണ്. എനിവേ ഇന്ന് ഷാഹുൽ സാറിന് 12% ഷാഹുൽ സാറിനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ജോയിൻ ചെയ്ത അന്നോട്ട് ഇന്ന് വരെ എല്ലാ മീറ്റിങ്ങിലും ഒരാളെങ്കിലും കൊണ്ടുവരിക എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തൊരു വ്യക്തിയാണ്. 2 മണിക്കാണെങ്കിൽ 5 മണിക്കാണോ 7 മണിക്കായിക്കോ 9 മണിക്കായിക്കോട്ടെ, ഇനി രാത്രി 1 മണിക്ക് പ്ലാൻ വെച്ചാൽ അദ്ദേഹം കൊണ്ടുവരുന്ന എനിക്ക് ഉറപ്പുണ്ട്. അത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ട് കണ്ടിന്യൂ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പം ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അതേപോലെ എനിക്ക് കാണുന്നൊരു വ്യക്തിയാണ് ഷാഹുൽ സാറ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ടാവും, ജോയിൻ ചെയ്യിക്കുന്നുണ്ടാവും, ആ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 12% ആവാൻ സാധിച്ചത്. അദ്ദേഹം ഒന്നും കൂടെ ആത്മാർത്ഥം വിചാരിക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ അദ്ദേഹത്തിന് ബ്രോൺസ് ഡയറക്ടർ ആവാൻ സാധിക്കും. അത്രയ്ക്കും കഴിവുണ്ട്, കപ്പാസിറ്റി ഉണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അദ്ദേഹത്തിന് ഒന്നും കൂടെ കൺഗ്രാജുലേഷൻ ചെയ്യാം. അടുത്ത ലെവലിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ എപ്പോഴും ബിസിനസ്സിൽ ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ പഠിക്കാറുണ്ടല്ലോ. എന്ത് ചെയ്യണം, ഇന്ന രീതിയിൽ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് വിജയിക്കാൻ സാധിക്കുക, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ടല്ലേ. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇന്ന് എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് കുറച്ച് കൂടുതലായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ചെയ്താൽ തെറ്റാണ്, ആ കാര്യം മാത്രമേ ഇന്ന് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അത് രസമല്ലേ. നമ്മുടെ കുട്ടികളോട് പറയുമ്പം മക്കളെ അവിടെ പോയി കളിക്കരുത്, അല്ലെങ്കിൽ അവിടെ ഇത് ചെയ്യരുത്, തീ തൊടരുത്, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ് പോകും. നമ്മളിത് പറയുമ്പോൾ മക്കൾക്ക് അതായിരിക്കും ചെയ്യാൻ താല്പര്യം അല്ലേ. ബുക്ക് എടുത്ത് പഠിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യൂല. നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ മക്കളോട് പഠിക്കരുത്, നിങ്ങൾ ബുക്ക് എടുത്ത് പഠിക്കരുത് എന്ന് മാറി നിൽക്കാൻ പറഞ്ഞാൽ ബുക്ക് തുടരുന്ന തന്നെ ചിലപ്പോൾ അവർ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പഠിച്ചേക്കും. അങ്ങനെ സെയിം സംഭവമാണ്. നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷെ ഞാനിപ്പം പറഞ്ഞത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യരുത് കേട്ടോ, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത്. അതിനെക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് ഒന്ന് നോക്കട്ടെ. സ്ലൈഡ് എല്ലാം മൊബൈലിലാണ് ഷെയർ ചെയ്യുക. മൊബൈലിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡ് പോകും, അത് വിഷമിക്കണ്ട. നമ്മുടെ വെസ്റ്റേജ് എന്ന് പറഞ്ഞാൽ വിന്നിങ് ടീമിൻ്റെ ആ വീഡിയോ ആണ് സ്റ്റാർട്ടിങ്ങിൽ പ്ലേ ചെയ്തത്. വിന്നിങ് ടീം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിൻ്റെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ആ വിന്നിങ് ടീമിൻ്റെ ഏറ്റവും നല്ല ഇമ്പോർട്ടൻസ് കാര്യം എന്ന് പറഞ്ഞാൽ അവർ വളരെ സിസ്റ്റമാറ്റിക്കാണ് ബിസിനസ് ചെയ്യുന്നത്. അത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. നമ്മളെ കല്യാൺ സിൽക്കിൽ നിങ്ങൾ ഏത് ജില്ലയിലെ കല്യാൺ സിൽക്കിൽ പോയി കഴിഞ്ഞാൽ അവരെ എല്ലാം ഒരേപോലെ സിസ്റ്റമായിരിക്കും. ലുലു ആയിക്കോട്ടെ, എല്ലാം ഒരേപോലെ ആയിരിക്കും അല്ലേ. അവിടെ ഇവിടെയും മാറ്റങ്ങളുണ്ടാവും. അതേപോലെയാണ് വിന്നിങ് ടീമിൻ്റെ സിസ്റ്റം. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരേപോലെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ആ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഇവർ ഒരു കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ കാർഡിനൽ റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ വരാം. നേരത്തെ നീതു പറഞ്ഞ പോലെ ലേഡീസൊക്കെ ഒരുപാടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ആ കാർഡിനൽ റൂൾസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലംസും ഈ ബിസിനസ്സിൽ വരില്ല, ഒരു ഡാമേജും വരാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. വെസ്റ്റേജ് വിന്നിങ് ടീമിൻ്റെ ഒരു സിസ്റ്റമാണ് കാർഡിനൽ റൂൾസ്. ആ കാർഡിനൽ റൂൾസാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം, ഇമ്പോർട്ടൻസ് ആയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ഡു നോട്ട് ഹേർട്ട് എനിബഡി, ഈഗോ. അതാണ് ഏറ്റവും ഡേഞ്ചർ അല്ലേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഈഗോ ആയി തോന്നും ചില ആൾക്കാർക്ക്. ആ ഈഗോ ആണ് ഏറ്റവും ഡേഞ്ചറായിട്ട് വരുന്നുണ്ടാവുക. ഇയാൾ അങ്ങനെ പറഞ്ഞ് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ താഴെയുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഈഗോ വരുന്നുണ്ടാവും. ചിലപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ടീം മീറ്റിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ വെറുതെ ഒരാൾ, ഞാൻ ഉദാഹരണം പറയും, വിനോദ് സാറിനെ പറയാം. വിനോദ് സാർ ചിലപ്പോൾ വഴിയിൽ പോയി, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് എവിടെയും പോയി ഓടി വന്നിട്ട് ചിലപ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതായിരിക്കും. 9 മണിക്ക് മീറ്റിംഗ് ആണ്. ചിലപ്പോൾ അദ്ദേഹം ബസ് ലേറ്റായി, 9:20 9:30 ഒക്കെ ചിലപ്പോൾ ഓടി വന്നിട്ട് കയറുന്നുണ്ടാവുക.
എന്നിട്ട് ഞാൻ വിനോദ് സാറിനെ വിളിച്ച് പറയും, നീ എന്ത് പണിയാണ് കാണിച്ചാൽ, മീറ്റിങ്ങിൽ ലേറ്റായി കയറിയല്ലോ എന്ന് വിളിച്ച് വിനോദ് സാറിന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം വിഷമമായിട്ടുണ്ടാവും. കഷ്ടപ്പെട്ടിട്ടായിരിക്കും അദ്ദേഹം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പല പല കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് സ്പീഡായി ചെയ്ത് ഓടി വന്ന് ബസ് പിടിച്ച് 9 മണിക്ക് വീട്ടിലെത്താൻ വേണ്ടി നോക്കുമെന്ന്. പക്ഷേ വഴിയിൽ ട്രാഫിക്കായി, ബസ് ലേറ്റായി, അരമണിക്കൂർ ലേറ്റായി. എന്നിട്ടും അദ്ദേഹം ഓടിക്കുന്ന വെള്ളം കുടിക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ സൂം ലിങ്ക് ഓപ്പൺ ആക്കി മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തെ പറയുകയാണ്, എന്താ വിനോദം, നീ ഉത്തരവാദിത്തമില്ലാതെ ലീഡറല്ലേ, 9 മണിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്രത്തോളം വിനോദിനെ അത് ഹർട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയാം. ഞാൻ വിനോദിൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറയാമല്ലോ, ധൈര്യമായിട്ട് പറയാം, അതുകൊണ്ടാണ് പറഞ്ഞിട്ടോ. ഇതാരും പേര് പറയാമെന്നില്ല. ഇത് നമുക്ക് സാധാരണ ലെവലിൽ എല്ലാവർക്കും ഹേർട്ട് ചെയ്യുന്നുണ്ടോ അല്ലേ? ഒരിക്കലും നമുക്കൊരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്നും പറയാതിരിക്കാൻ ശ്രമിക്കാം. അത് നമ്മുടെ ബിസിനസ്സിന് വളരെ ഡാമേജ് ഉണ്ടാവും. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്തെങ്കിലും കാരണത്തിൽ ചിലപ്പോൾ നമ്മൾ ഫുൾ ഓൺലൈനിലാണ് ബിസിനസ്, നേരിട്ട് പറയാറില്ല. വാട്സപ്പിലായിരിക്കും ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ശരിയായിട്ടുണ്ടാവില്ല. എനിക്കെന്നെ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ, വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ചിലപ്പോൾ ഞാൻ എല്ലാ മെസ്സേജസും നോക്കില്ല. അപ്പോൾ ഇതേ കാര്യം ഒരാൾ മുന്നേ ചെയ്തിട്ടുണ്ടാവും, ആ സമയത്ത് ഞാൻ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഞാനൊന്നും എതിർത്തിട്ടുണ്ടാവില്ല. പിന്നെ ഒരു 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ ഇതേ കാര്യം വേറെ ആൾ ഷെയർ ചെയ്ത സമയത്ത് ഞാൻ ചിലപ്പോൾ എതിർത്തിട്ടുണ്ടാവും. അപ്പോൾ അവർ സാറ് ഞാൻ പറഞ്ഞപ്പോൾ അതിന് കുറ്റമായി കണ്ടു, കഴിഞ്ഞ ആഴ്ച അവൾ പറഞ്ഞ സമയത്ത് സാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ആ ബിസിനസ്സിനെ ഡാമേജ് ആക്കാറുണ്ട്. എനിക്ക് 2-3 അനുഭവങ്ങളൊക്കെ ഈ ബിസിനസ്സിന് ഉണ്ടായിട്ടുണ്ട്, മീറ്റിംഗിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരാൾക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കാനോ ഒന്നും ചെയ്യാതിരിക്കാനോ പറയാതിരിക്കാനോ ശ്രമിക്കുക. കാരണം ഇതൊരു ആൾക്കാരെ ബിൽഡ് ചെയ്യുന്ന ബിസിനസ്സാണ്. നമുക്ക് വേണ്ടുന്നത് ആൾക്കാർ, ജനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ആ ജനങ്ങൾ നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണം, ടീം നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവണമെങ്കിൽ ആ രീതിയിൽ ഒന്ന് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്, പല ആൾക്കാർക്കും അവരുടെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ചിലപ്പോൾ ഇതിൽ ജോയിൻ ചെയ്ത ആൾക്കാർ, ഐഡിയ എടുത്ത ആൾക്കാർ ചിലപ്പോൾ പ്ലാൻ കേട്ടു, ഐഡിയ എടുത്തു, അദ്ദേഹത്തെ ഐഡിയ എടുത്ത ശേഷം പർച്ചേസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മീറ്റിങ്ങിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഡെയിലി ലിങ്ക് അയച്ചു കൊടുക്കും, കയറുകയില്ല. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കയറുകയില്ല. അവസാനം അദ്ദേഹം ചിലപ്പോൾ ഈ ഐഡിയ എടുത്ത വ്യക്തി അതിനുശേഷം വേറെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലം, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും, എന്തെങ്കിലും സം റീസൺ. അപ്പോൾ മൊബൈൽ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ അവർ മീറ്റിംഗ് കയറാതിരിക്കും, ഒരാഴ്ച കയറാതിരുന്നിട്ടും അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അവർ 6ാമത്തെ ദിവസം 7ാമത്തെ ദിവസം കഴിയുമ്പോൾ നിങ്ങൾ മെസ്സേജ്, നിങ്ങൾക്ക് ഈ താല്പര്യമില്ല പറഞ്ഞാൽ പോരെ, എൻ്റെ സമയം വെറുതെ വേസ്റ്റ് ആക്കണോ, ഞാൻ എത്ര ദിവസമായി നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്നു, 2-3 വാക്കുകൾ ചൂടായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് അദ്ദേഹം മീറ്റിംഗ് കയറാണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ആ ഒരു മെസ്സേജ് അവിടെ പോകുന്നുണ്ടാവും അല്ലേ. അതോടുകൂടി സംഭവം തീർന്നു, ആ വ്യക്തി തീരുമാനം മാറ്റിയിട്ടുണ്ടോ, ഇനി ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടോ. ശരിയല്ലേ? അങ്ങനെ പല ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ആരും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നതും ആ കാര്യം, ആരെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ. ചില സമയത്തൊക്കെ ഞാൻ ഒരാളുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ ഇന്നൊരു സെഷൻ ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തി അപ്പം തന്നെ, സാറേ ഞാൻ തിരക്കാട്ടോ, ഞാൻ പുറത്താണ്, ഇന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും, അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. അപ്പോൾ അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നോ പ്രോബ്ലം, നമുക്ക് അടുത്ത ആഴ്ച നോക്കാം, ഞാൻ വരാൻ നോക്കിക്കോളാം. ഇനി ആരും ഇല്ലെങ്കിലും ഞാനത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ആരും ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ നോക്കുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ആ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ആ ടീം അവിടെ ഉണ്ടെങ്കിൽ, അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിലൂടെ നമുക്ക് വലിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ചെറിയൊരു വാക്കിലൂടെ അദ്ദേഹം ബിസിനസ് വിട്ടുപോയി. എൻ്റെ ഒരുപാട് ആൾക്കാർ ബിസിനസ് വിട്ടുപോയിട്ടുണ്ട്. ചില വാക്കുകളിൽ ഇഷ്ടപ്പെടാനിട്ടോ ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ആൾക്കാർ ബിസിനസ് കളഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ബിസിനസ് നല്ലൊരു സക്സസ്സിലേക്ക് എത്തി, നല്ല വരുമാനത്തിലെത്തുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞ വാക്ക് ഇഷ്ടപ്പെടാനായിട്ട് നിർത്തിപ്പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ എത്ര പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അതിന് സോറി പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ മനസ്സിലാക്കില്ല. പക്ഷെ ഞാനൊക്കെ അഥവാ അങ്ങനെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയും. അതിൽ ഒരു നോക്കണ്ട, അദ്ദേഹം ഇന്നലെ ജോയിൻ ചെയ്ത വ്യക്തിയിൽ അദ്ദേഹത്തോട് ഞാൻ ഇന്നലെ സോറി പറഞ്ഞത്, അത് നോക്കാതിരിക്കാൻ ഏറ്റവും നല്ല. ഞാൻ എല്ലാവരും സോറി പറയാറുണ്ട്. കാരണം എൻ്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്സ് ആയിരിക്കില്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യമായിരിക്കും, പക്ഷെ അവർക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ട്. ഒരു സോറി നമുക്ക് ചിലപ്പോൾ ആ വ്യക്തി തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിലൂടെ വലിയൊരു ഓർഗനൈസേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. അതാണ് കാർഡിനൽ റൂൾസിലെ ആദ്യത്തെ കാര്യം. അടുത്തത്, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് വിത്ത് അതർ സ്പൗസ്. ഇപ്പോൾ ലേഡീസാണ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ ജെൻസ് ആണ്, ഇപ്പം നമ്മുടെ ടീമിൽ കൂടുതൽ ലേഡീസാണ് അല്ലേ. ആ ലേഡീസിനോട് നമ്മൾ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, ഇപ്പം ഒരു ലേഡിയാണ് ഇതിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും രാത്രിയൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വീട്ടിലിരുന്ന് അവർക്ക് ടെൻഷനായിരിക്കും, ഇവരെന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു ഇത് വരുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ് ഡീലിങ്സ് എപ്പോഴും മാക്സിമം പകൽ സമയത്ത് അല്ലെങ്കിൽ കുറച്ച് നേരത്തെ സമയത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കാനും, അതുപോലെ ഇപ്പോൾ ഫിസിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവരോട് ഒരു യാത്ര ഒരാൾക്ക് ഫിസിക്കൽ പ്ലാൻ കാണിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിയിൽ ബൈക്കിലാണെങ്കിൽ മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കൂടെ ലേഡിയാണ് വരുന്നെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്പൗസിന് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും.
അല്ല ജെൻസ് ആണെങ്കിൽ ആ ലേഡീസിന് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, മാക്സിമം അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. വേറെ റിലേഷൻഷിപ്പ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഈ ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ബിസിനസ്സാണ് അല്ല. അപ്പോൾ ഫാമിലി പോലെ തന്നെ നമ്മളിപ്പോൾ കൂടെയുള്ള ലേഡീസ് ആണെങ്കിൽ അത് നമ്മുടെ സഹോദരിയായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ജെൻസ് ആണെങ്കിൽ സഹോദരനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതായത് വേറെ റിലേഷൻഷിപ്പ് അതിലേക്ക് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ബിസിനസ് നമുക്ക് കുറേ കാലം ലൈഫ് ലോങ് ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് നമ്മുടെ മക്കളോടൊപ്പം ചെയ്യേണ്ട ബിസിനസ്സാണ്. ഇത് ജനറേഷനിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. അപ്പോൾ എപ്പോഴും അത് നല്ല രീതിയിലേക്ക് റിലേഷൻഷിപ്പ് ആക്കി കൊണ്ടുപോയിട്ട് ശ്രമിക്കണം. ഞാനൊക്കെ മാക്സിമം ഓരോ വ്യക്തികളുടെയും അത്രക്കും നല്ല രീതിയിൽ റിലേഷൻ, കാരണം എന്നോട് സംസാരിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ആ രീതിയിൽ തോന്നാറുണ്ട്. നല്ല ഒരു സംസാരിക്കുമ്പോൾ കുഴപ്പമില്ല, അദ്ദേഹത്തോട് സംസാരിക്കും സേഫാണെന്ന് തോന്നുന്നുള്ളൂ. ആ രീതിയിൽ തന്നെ നമ്മൾ അവരെ കാണാൻ സാധിക്കും. ഇത് ഓൺലൈൻ ബിസിനസ് കൂടുതൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ വാട്സപ്പിലൊക്കെ നമ്മൾ പുതിയൊരു വ്യക്തിയെ ഈ ബിസിനസ് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടൂണ് മാറുന്നതിന് അറിയാൻ സാധിക്കില്ലേ, ആൾക്കാരുടെ സ്വഭാവം നമുക്ക് അറിയാൻ സാധിക്കും. സ്പോട്ടിലങ്ങ് ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കണം. നമുക്ക് വേറൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ചില ആൾക്കാർ ലേഡീസ് ആകുമ്പം പല ജെൻസും ഈ ബിസിനസ്സിൽ വരുന്നത് തന്നെ ചിലപ്പോൾ ലേഡീസ് ആയതുകൊണ്ടായിരിക്കും, എന്തെങ്കിലും ചിന്തിച്ചൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു ടൂൺ മാറുന്ന സമയത്ത് അദ്ദേഹം ഒഴിവാക്കി ബ്ലോക്ക് ചെയ്ത് വിട്ടേക്കണം. കാരണം അത് നമ്മുടെ ബിസിനസ്സിനെ പിന്നീട് അത് ബാധിക്കുന്നുണ്ടോ. അപ്പോൾ എപ്പോഴും നമ്മളെ റിലേഷൻഷിപ്പ് നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീലിങ്സ് വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. നിങ്ങളുടെ നെറ്റ്വർക്കിൽ അപ്ലൈൻ ആയിക്കോട്ടെ ഡൗൺലൈൻസ് ആയിക്കോട്ടെ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ഡാമേജ് ഉണ്ടാക്കാം. അല്ല, പൈസയാണ് ഏറ്റവും കൂടുതൽ റിലേഷനെ, നമ്മളെ ബന്ധങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളൊരു ചിലപ്പോൾ ഒരു അത്യാവശ്യ സമയത്ത് എമർജൻസി കേസിന് ചിലപ്പോൾ പൈസ ചോദിച്ച് കൊടുത്തു, ചിലപ്പോൾ നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഒന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു, ചിലപ്പോൾ അവർക്ക് സമയത്തിന് തിരിച്ചു തരാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ആ സമയത്ത് അത് വലിയൊരു ഡാമേജിലേക്ക് പോകും. ചിലപ്പോൾ ആ ബിസിനസ് തന്നെ സ്റ്റോപ്പ് ചെയ്ത് പോകുമായിരിക്കും. അത് മാത്രമല്ല, ചിലപ്പോൾ ഇന്ന് കൺസിസ്റ്റൻസി തീരുന്ന ദിവസം അല്ലേ, കൺസിസ്റ്റൻസി ചിലപ്പോൾ ചെയ്തിട്ട് 2 മാസമായി, 3-ാമത്തെ മാസമായിരിക്കും, കയ്യിൽ പൈസ ഇല്ല. സാറ് ഒരുപാട് വരുമാനം വാങ്ങിക്കുന്ന ആളല്ലേ, അപ്പോൾ ഞാൻ ലിസ്റ്റ് അയച്ചില്ല, സാറ് ഒരു 100 രൂപയും ചെയ്തേക്കണം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ സാറ് നല്ലൊരാളായി ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ സമയത്തിന് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അവർക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ ആ ഒരു വലിയൊരു എനിക്കൊരുപാട് അനുഭവം ഉണ്ട് കേട്ടോ ഈ ബിസിനസ്സിൽ. ഞാൻ സ്റ്റാർട്ടിങ് സമയത്ത് ഇപ്പോൾ ഒരാൾ വന്ന സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അവർക്ക് ഇയാളെ കൊണ്ടുവന്നാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയേക്കാം, എനിക്ക് നല്ല ടീം ഡെവലപ്പ് ചെയ്യാം, കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊടുക്കാം എന്ന് വെച്ചിട്ട് 100 രൂപയുടെ പർച്ചേസ് ചെയ്ത് കൊടുക്കും. പിന്നെ ആ പർച്ചേസിങ് കഴിഞ്ഞ ശേഷം ആ വ്യക്തി പിന്നെ ഫോൺ എടുക്കില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാൻ സാധിക്കുമായിരിക്കും, നമ്മളോടൊപ്പം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും 1-2 പ്രൊഡക്റ്റൊക്കെ വാങ്ങി ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ വലിയൊരു ബിസിനസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ. പക്ഷേ നമ്മളായിട്ട് ആ വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് ആ ബിസിനസ്സിൻ്റെ സീരിയസ്നെസ് ഇല്ലാതാക്കി മാറ്റിക്കളയാണ്. എനിക്ക് ഏകദേശം ഒരു 22ഓളം ആൾക്കാർ എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടും പിന്നെ അവർ ബിസിനസ് വരാത്ത, പിറ്റേ ദിവസം ബ്ലോക്ക് ചെയ്ത ആൾക്കാരുണ്ട്. പിറ്റേ ദിവസം കുറച്ച് ദിവസം ഒരാഴ്ച സംസാരിക്കും. പിന്നെ ഇതിൽ പല ആൾക്കാർക്കുണ്ട്, പല ലീഡേഴ്സ്മാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ഇതിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പറയാറുണ്ട്, വേണ്ട, അത് ഡേഞ്ചറാണ്, പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നവരും, സാറേ പാവപ്പെട്ടവരല്ല, ഒന്ന് വാങ്ങിച്ചു കൊടുത്തേക്കാം, വിജയിക്കുവാണെങ്കിൽ വിജയിക്കട്ടെ, രക്ഷപ്പെട്ടെന്ന് വെച്ച് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ പതുക്കെ അവർ നമ്മുടെ മെസ്സേജ് നോക്കാതാവും, കോൾ എടുക്കാതാവും, പിന്നെ നമ്പർ മാറി ഫോൺ ഹാങ് ആയി എന്നുള്ള മെസ്സേജ് അയച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ അവർ ബിസിനസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇതിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരാളും ബിസിനസ് ഉണ്ടായിട്ടില്ല. 1-2 ആൾക്കാർ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സാറ് കുറച്ച് പ്രൊഡക്റ്റ് എനിക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് മൂവ് ചെയ്തിട്ട് സാറിന് പൈസ തിരിച്ചു തരാം. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്, ഇങ്ങനെയല്ല, ഈ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഒന്നും ഇതിൽ ചെയ്യാൻ പാടില്ല എന്നാണുള്ളത്. ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും നമ്മളോട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിഷമമൊന്നും വരില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു റൂൾസ്, കാർഡിനൽ റൂൾസ് പറഞ്ഞുള്ളൂ, വിന്നിങ് ടീമിൻ്റെ റൂൾസാണ് അത് പറഞ്ഞുള്ളൂ. അപ്പോൾ ഇതിൽ ആരെങ്കിലും ചിലപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞ് ചിന്തിക്കണ്ട, ഞാനിതിൽ ആരും ഉദ്ദേശിച്ചല്ല പറഞ്ഞിട്ടോ. ഇത് ഒരു വെസ്റ്റീജ് വിന്നിങ് ടീമിൻ്റെ ആ റൂൾസാണ്, അത് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾ അപ്ലയൻസ് കൂടി ചോദിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടാണെങ്കിൽ സാർ ഇത് പറഞ്ഞിട്ടുണ്ടാവും എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ വിനോദ് സാറ് എന്നോട് പറഞ്ഞുകൊണ്ട് ഷാജി സാർ പറയുന്നതാണോ, അല്ലെങ്കിൽ ഷൗക്കത്ത് അലിയോട് ആരെങ്കിലും ഈ പൈസ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷൗക്കത്ത് അലി ഷാജി സാറിനോട് പറയിപ്പിക്കും, അങ്ങനെ ആരും ചിന്തിക്കണം കേട്ടോ. ഇത് ആരും എന്നോട് പറഞ്ഞിട്ട് പറയുന്നതല്ല, എന്നോട് ആരും പൈസ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നതല്ല. ഇതൊരു കാർഡിനൽ റൂൾസാണ്. നമ്മൾ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ ചോദിക്കുവാണെങ്കിൽ പറയാം, ഇതിൻ്റെ കാർഡിനൽ റൂൾസാണ്, ഇങ്ങനെ പൈസ ഡീലിങ്സ് പാടില്ല, അതുകൊണ്ട് ചെയ്യാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഷൗക്കത്തിനോട് ചോദിക്കാം, ഷൗക്കത്ത് സാർ എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം, ഷൗക്കത്ത് സാർ സൗദിയിലല്ലേ, നല്ല പൈസയൊക്കെയുള്ള ആളല്ലേ, എനിക്കൊരു 100 രൂപയുടെ സാധനം വാങ്ങിച്ചല്ലോ. അപ്പോൾ ഷൗക്കത്ത് പറയേണ്ടത്, ഞാൻ ഷൗക്കത്തിന് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ വീഡിയോ ഓണാക്കിക്കൊണ്ട് ഒരാളെ മുഖം കണ്ട് പറഞ്ഞു കേട്ടോ.
ഷൗക്കത്തിന് ഒറ്റയടിക്ക് പറയാം, ഇതിൽ വിന്നിങ് ടീമിൻ്റെ റൂളാണ്, കാർഡിന റൂളാണ്, ഇതിൽ പൈസ കൊടുത്ത് ഡീലിങ്സ് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ആ റൂള് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്, ഞാൻ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സോറി, ഒന്നും തോന്നരുതേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അവിടെ തെറ്റില്ല, ഒറ്റയടിക്ക് ആ റൂൾസ് അങ്ങ് പറഞ്ഞ സംഭവം തീരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ അപ്ലൈൻഡ് ഓൺലൈൻസ് ആണ്. ഇപ്പോൾ നമ്മൾ അപ്ലയൻസ് നല്ല പൈസയുള്ള ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന അപ്ലൈൻ അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളൊരു ഫിസിക്കൽ മീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകണം. ഞാനും വിനോദ് സാറിനെ മാറ്റും, വേറെ വിളിക്കാം. ആരെ വിളിക്കുക? സുകുമാരൻ ചേട്ടനെ വിളിക്കാം. സുകുമാരൻ ചേട്ടൻ പാവാ, നമ്മളൊന്നും പറയില്ല. സുകുമാരൻ ചേട്ടനും ഞാനും സുകുമാരൻ ചേട്ടൻ്റെ കൂടെ ഒരു പ്ലാൻ കൊടുക്കാൻ പോവാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ഒരാൾക്ക് പ്ലാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ സുകുമാരൻ ചേട്ടൻ്റെ കൂടെ ഞാനങ്ങ് പോവാണ്. പ്ലാൻ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ട് രണ്ടാളും കൂടെ ഒരു ബിരിയാണി കഴിച്ചു. അപ്പോൾ ഞാനിപ്പം സുകുമാരൻ ചേട്ടനും ബിരിയാണിയുടെ പൈസ കൊടുക്കുകയാണ്. രണ്ടാളെ ബിരിയാണി 130 260 ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൊടുക്കുന്ന സമയത്ത് സുകുമാരൻ ചേട്ടൻ അപ്പം തന്നെ 130 രൂപ ആ ബിരിയാണിൻ്റെ പൈസ എനിക്ക്, സാറേ എൻ്റെ ബിരിയാണിൻ്റെ പൈസയാണ്, സാറേ വെച്ചോ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ സുകുമാരൻ ചേട്ടൻ ചിന്തിക്കും, ഇയാൾക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു, ഞാനൊക്കെ പർച്ചേസ് ചെയ്തതിൽ ഇയാൾ ഇഷ്ടം പൈസ വാങ്ങിക്കുന്നത്, അപ്പോൾ ആ ബിരിയാണിൻ്റെ പൈസ പോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇത് ഇന്ന് സുകുമാരൻ ചേട്ടൻ്റെ അപ്ലൈ ഞാനാണെങ്കിൽ നാളെ സുകുമാരൻ ചേട്ടൻ ഇതുപോലെ പ്ലാൻ കൊടുക്കുക ഒരാളോട് പോകും അല്ലേ. അപ്പോൾ അതേ സംഭവം ഡ്യൂപ്ലിക്കേഷൻ ആയിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഒരു അപ്ലൈൻ ആണെങ്കിൽ നമ്മുടെ താഴെ 1000 നാളെ വരും. അപ്പോൾ 1000 ബിരിയാണീൻ്റെ പൈസ അങ്ങ് പോകും. മനസ്സിലാവുണ്ടോ? ഇതാണ് ഇതിൽ വരാൻ പോകുന്നത്. സുകുമാരൻ ചേട്ടനോട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ബിരിയാണി വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. നിങ്ങൾ വേറെ ഇയാൾ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത് വെച്ചാൽ, നമ്മൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളൂ. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഷെയർ ആയിട്ടാണ് കഴിച്ചത്. ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹോട്ടലിൽ നിന്നല്ല കഴിച്ചത്, നമ്മളൊരു DLCP എന്ന ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒരു ഭാഗമാണ്. നിങ്ങൾ ഒരു അപ്ലൈൻ്റെ കൂടിയോ ഡൗൺലൈൻസിൻ്റെ കൂടിയോ എവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നതിന് വണ്ടി കൂലി കൊടുക്കുന്നത് പോലും ഷെയർ ചെയ്യണം. പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ പകുതി പൈസ കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങളും നാളെ ഒരു അപ്ലൈനാണ്, നിങ്ങളുടെ താഴെ ഇതുപോലെ ഡീലിങ്സ് നടക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഡീലിങ്സ് നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും സാമ്പത്തിക ഹെൽത്ത് പ്രോബ്ലംസ് പറഞ്ഞ്, എൻ്റെ വീട്ടിലൊരാൾക്ക് അത്യാവശ്യം എമർജൻസി ഒരാൾക്ക് അസുഖം പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഈ കാർഡിന റൂൾസ് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ ചിലപ്പോൾ അവർ എമർജൻസി കേസായിട്ട് ചോദിക്കുന്നതായിരിക്കും കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളെ മനസ്സെങ്ങനെയാണെന്ന് അതെനിക്കറിയില്ല, അത് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. അതിൽ കാർഡിന റൂൾസ് ചെയ്യാതിരിക്കുന്ന ഏറ്റവും നല്ലത്, ഒഴിവാക്കാൻ പറ്റുന്ന നല്ലതാണ്. കാരണം അവർ സത്യമാണോ കളവാണോ പറഞ്ഞ് നമുക്ക് അറിയാൻ സാധിക്കില്ല. എനിക്ക് അങ്ങനെയും അനുഭവം വന്നിട്ടുണ്ട്. ഞാനിത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അസുഖം വന്ന സമയത്ത് ഹോസ്പിറ്റൽ കേസ് പറഞ്ഞപ്പോൾ ചെയ്തു കൊടുത്ത ആൾക്കാർ പിന്നീട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കള്ളം പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത്. നമ്മളെ ആ ഒരു എന്താ പറയുക, ഒരു മനസ്സ് നല്ലതായതുകൊണ്ട് ചെയ്തു കൊടുത്ത സമയത്ത് പോലും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒഴിവാക്കാൻ പറ്റും നോക്കുക. ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും ചേർത്തിട്ടാണ് എൻ്റെ എല്ലാ പ്രസൻറ്റേഷനും ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, ഇതിൽ പല ആൾക്കാരും അനുഭവം ഉണ്ട്, എനിക്കറിയാം. ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചെയ്തിട്ടുമുണ്ട്, അവർക്കത് അനുഭവം വന്നിട്ടുണ്ട്. ആ വ്യക്തിനെ പിന്നെ ബിസിനസ് കണ്ടിട്ടില്ല. മീറ്റിങ്ങിൽ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി, കൊറിയർ വീട്ടിലെത്തി അന്ന് ശേഷം പ്രൊഡക്റ്റ് കിട്ടിയെന്നും പറഞ്ഞിട്ടില്ല, അവരുടെ മൊബൈൽ കംപ്ലൈൻ്റ് ആയി. പിന്നെ അവരെ മീറ്റിങ്ങിൽ പോലും കണ്ടിട്ടില്ല, വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത അവസ്ഥയിൽ. പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു. ആ സമയത്താണ് പിന്നെ അവരിപ്പോൾ 100 രൂപ 200 ആയിട്ട് ഇടക്കിടക്ക് വല്ലപ്പോഴും തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായി? ഇതൊക്കെ ഒരു റിലേഷനെ നമ്മൾ നശിപ്പിക്കുകയാണ്, നമ്മുടെ ബിസിനസ് നശിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ഒരു വരുമാനം ആഗ്രഹിച്ച് വരുന്ന ആൾക്കാരെ ആ ബിസിനസ് ഇല്ലാണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിതിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. ബിസിനസ്സിൽ വിജയിക്കണം. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ഉണ്ട്, സാറേ എനിക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല, എനിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ ബിസിനസ് ചെയ്യാൻ പറ്റാതെ. ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ബിസിനസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുമോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാൻ ഒരു അവസരം കിട്ടുമല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ്, പക്ഷേ എനിക്ക് സോപ്പ് വാങ്ങിക്കാൻ പൈസയില്ല സാറേ, പേസ്റ്റ് വാങ്ങിക്കാൻ പൈസയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ പല്ല് തേക്കാറില്ലേ? ഉണ്ട്. കുളിക്കാറില്ലേ? ഉണ്ട്. പാത്രം കഴുകാറില്ലേ? ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? വെറുതെ ആരെങ്കിലും സാധനം വാങ്ങിച്ചു തരാറുണ്ടോ? ഏതെങ്കിലും ചാരിറ്റി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫാമിലി ആയിട്ട് സോപ്പും പേസ്റ്റും ചായപ്പൊടിയൊക്കെ ഫ്രീ ആയിട്ട് തരാറുണ്ടോ? ഇല്ല. അത് അടുത്ത കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. അവർ ഫ്രീ ആണോ? അല്ല. അവർക്ക് പൈസ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആ 50 രൂപയുടെ സോപ്പിൻ്റെ അകത്ത് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൂടെ? അത് ബുദ്ധിമുട്ടാണ്. 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ചാലും നമ്മളെ വെസ്റ്റിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പതുക്കെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് പോകാൻ പറ്റും. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് 100%. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് രാത്രിക്കാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞ സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുന്നതാവും. അല്ല, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്നുകൊണ്ട് ഈ ബുദ്ധിമുട്ട് എൻ്റെ വിധിയാണ് പ്രാരാബ്ദവും പറഞ്ഞിരിക്കുവാണെങ്കിൽ അടുത്ത വർഷവും 20 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാരാബ്ദം പറിച്ചിട്ട് വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിക്കണം.
അല്ലെ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ജോലി ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് മാറാൻ പോകുന്നില്ല. ഇന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നിങ്ങളൊരു പ്രാരാബ്ദവും മാറാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ട് മാറാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം അത് തീർന്നു പോകാനേ ഉണ്ടാവുള്ളൂ. ഇന്ന് മക്കളെ പഠിപ്പിക്കണമെങ്കിൽ ഫീസ് അത്രയ്ക്കും കൂടുതലാണ്. ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം, വില കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ശമ്പളം അതനുസരിച്ച് കൂടാറില്ല. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഇതിൽ റിക്വസ്റ്റ് ചെയ്യണം, 72 പേരുണ്ടെങ്കിൽ ആർക്കെങ്കിലും സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ ബിസിനസ് കളഞ്ഞിട്ട് പോകരുത്. നിങ്ങളുടെ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ആ 50 രൂപ എടുക്കാനില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സുഹൃത്തുണ്ടെങ്കിൽ അവനോട് പറയാം, ഇപ്രാവശ്യമെങ്കിലും ഒരു സോപ്പെങ്കിലും എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്കിതിലൊരു വരുമാനം ഉണ്ടാക്കണം, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ചാൽ എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതുപോലെ നിങ്ങളെ സഹായിക്കാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ വിട്ടേക്കുക. നിങ്ങൾക്ക് സുഹൃത്തുക്കൾ ഇല്ലയെന്ന് വിശ്വസിച്ചാൽ മതി. ഞാൻ അങ്ങനെ കരുതിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങളെ അങ്ങനെ സഹായിക്കാൻ ആഗ്രഹം ഏതെങ്കിലും സുഹൃത്ത്, ഒരു ചങ്ങായി ഉണ്ടെങ്കിൽ, ഞാനൊരു ബിസിനസ്സിലൂടെ രക്ഷപ്പെടുന്ന ആഗ്രഹമാണ്, എനിക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്, ഒരു 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇതിൽ വിജയിച്ചിട്ടുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് 500 PV വാങ്ങിക്കുന്നുണ്ട്. 15,000 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന വ്യക്തിയുണ്ട്, അന്ന് 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച വ്യക്തി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ആണെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടിട്ട് പറയാം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നും എനിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല, ഞാനിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു 50 രൂപയുടെ സോപ്പ്, ഒരു 67 പേസ്റ്റ് വാങ്ങിച്ചാൽ സഹായിക്കാൻ പറ്റും. അപ്പോൾ അവർ പറയും, ആ 67 പേസ്റ്റിന് വില കൂടുതലാണ്, 22 പേസ്റ്റ് പുറത്ത് കിട്ടുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകുന്നൊരു കാര്യത്തിനുണ്ടല്ലോ, ഇപ്രാവശ്യം 67 പേസ്റ്റ് വാങ്ങിച്ചാൽ സഹായിക്കാൻ പറ്റും എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. എന്നിട്ടും അവർ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ പോകണോ? ആ ഫ്രണ്ട്സിനെ നിങ്ങൾ ഒരു ബന്ധക്കാരനായിട്ട് കാണണോ? നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അല്ലേ? സ്വന്തമായിട്ട് നിങ്ങളൊരു കട ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒന്ന് സാധനം വാങ്ങിക്കില്ലേ? നിങ്ങളുടെ കടയിൽ നിന്നല്ല തൊട്ടടുത്ത കടയിൽ പോയി വാങ്ങിക്കും, നിങ്ങളുടെ ബന്ധക്കാരനോ കൂട്ടുകാരനോ വാങ്ങിക്കും. നിങ്ങൾക്ക് സ്വന്തം ഒരു ഹോട്ടലുണ്ട്, നിങ്ങളുടെ അടുത്ത വേറെ കടയുണ്ട്, ബിരിയാണി കടയുണ്ട്, ഇവിടെ ബിരിയാണി ഉണ്ട്, ഒരു 5 രൂപ കൂടുതലാണ് നിങ്ങളുടെ ബിരിയാണി എങ്കിൽ പോലും ആ ഫ്രണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് വാങ്ങിക്കില്ലേ? അല്ല, 5 രൂപ കൂടുതലാണ്, ചിലപ്പോൾ നിങ്ങളുടെ ബിരിയാണി നല്ല ബിരിയാണി ആയിരിക്കും, അവിടെ കച്ചറ ബിരിയാണി ആയിരിക്കും, പക്ഷേ 5 രൂപ കുറവാണെന്ന് വെച്ചാൽ അവിടെ പോയി കഴിക്കുമോ? നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ രക്ഷപ്പെടാൻ നിങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിക്കില്ലേ? ആ രീതിയിൽ ചിന്തിക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടോ? അങ്ങനെയുള്ള കൂട്ടുകാരനാണ് എൻ്റെ ഈ വിനോദ് കുമാർ എന്നാണ് ഞാൻ വിളിച്ചത്. ഞാൻ 17ഓളം ഫ്രണ്ട്സിനോട് ഈ ബിസിനസ് പറഞ്ഞപ്പോൾ ആരും എന്നെ സഹായിച്ചില്ല. വിനോദ് ഈ ബിസിനസ്സിൽ വന്നിട്ട് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ആക്ച്വലി ഫിനാൻഷ്യലി സ്ട്രഗിൾ വന്നൊരു ഫാമിലി ആയിരുന്നു. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഷാജി ഇതിലൂടെ രക്ഷപ്പെട്ട് എന്ന് വെച്ചിട്ട് വിനോദ് എൻ്റെ കൂടെ വന്നതാണ്. അദ്ദേഹത്തിന് അതിലൂടെ ബിസിനസ് മനസ്സിലാക്കാനും ഇതിൻ്റെ കമ്പനിയെക്കുറിച്ച് സാധ്യത മനസ്സിലാക്കി ഇന്നും അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളും അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്, ബിസിനസ് വന്നു തൊട്ടുണ്ട്. എല്ലാ എനിക്ക് അങ്ങനെ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ, ഒറ്റ സുഹൃത്ത് മാത്രമേ ഉള്ളൂ. ഇന്നും ഞാൻ തറപ്പിച്ച് പറയുന്നുണ്ട്. റിലേഷനിലായിക്കൂടെ ഒരാളും റിലേഷനിൽ ഞാൻ ഈ ബിസിനസ് പറഞ്ഞപ്പോൾ എന്നോട് ജോയിൻ ചെയ്തിട്ടില്ല, ഒരു ബന്ധക്കാരും ജോയിൻ ചെയ്തിട്ടില്ല, കേൾക്കാനുള്ള മനസ്സ് പോലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സാക്കുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും, അവർ നമ്മുടെ കൂടെ വരും. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സിൽ ചെയ്യാതിരിക്കുക, ഏറ്റവും മാക്സിമം ശ്രമിക്കുക. ഇപ്പോഴും ഞാൻ ഈ ഡീലിങ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ചില ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. അത് മനസ്സിലാക്കുന്ന ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവും, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്, നല്ല വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും കൂടി ചെയ്ത് കൊടുക്കുന്നത്, നല്ല മനസ്സുകൂടി ചെയ്യുന്നതാണ്. പക്ഷേ അത് നല്ലതാണ് തിരിച്ചറിഞ്ഞ വ്യക്തി ഇതിലുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടട്ടെ. ദൈവം അങ്ങനെ നമുക്ക് അതിലെന്തെങ്കിലും ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഡു നോട്ട് ഡിസ്കസ് യുവർ ബിസിനസ് ആൻഡ് പാസ് എനി നെഗറ്റീവ് ഇൻ യുവർ ഡൗൺലൈൻ ആൻഡ് ക്രോസ് ലൈൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡൗൺലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ. ക്രോസ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൗൺലൈൻസും അല്ല, നിങ്ങളുടെ താഴെയുള്ള ആരും അല്ല, പക്ഷെ നിങ്ങൾ അപ്ലൈൻ്റെ വേറെ ടീമായിരിക്കും. ഇപ്പം സുഷിത എന്ന എൻ്റെ ഒരു ടീമാണ്, സുമേഷ് എൻ്റെ വേറെ ടീമാണ്, വിനോദ് എൻ്റെ 3ാമത്തെ ടീമാണ്, സുകുമാരൻ ചേട്ടൻ എൻ്റെ 4ാമത്തെ ടീമാണ്, സുമയ എൻ്റെ 4ാമത്തെ ടീമാണ്. അങ്ങനെ എനിക്ക് 5-6 ടീമുണ്ട്. ഇപ്പോൾ സുമയും വിനോദ് സാറുമായിട്ട് വേറെ ഒരു കാര്യം സംസാരിക്കാൻ പാടില്ല, വിനോദ് സുമേഷുമായിട്ട് വേറൊരു കാര്യം സംസാരിക്കാൻ പാടില്ല, ബിസിനസ് പരമായിട്ട്. ഇപ്പോൾ വിനോദ് സുമേഷിനെ വിളിച്ച് പറയുകയാണ്, സുമേഷ് എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ, PV ഒക്കെ കയറുന്നുണ്ടോ? കയറുന്നില്ല, ഇപ്പോൾ പരമാവധി ശ്രമിച്ചു, എവിടുന്നും PV കയറുന്നില്ല. അപ്പോൾ വിനോദ് സമാധാനമായി, എൻ്റെ മാത്രമല്ല ബിസിനസ് മോശമല്ല, അപ്പോൾ സുമേഷിൻ്റെയും മോശമാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വിനോദ് പറയുകയാണ്, അയാൾക്ക് നല്ല ഷാജിക്ക് ഭയങ്കര പൈസയാന്ന് തോന്നിട്ടോ, അയാളെ നമ്മളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിച്ച് പൈസ നല്ലോണം വാങ്ങിക്കും, അത് ശരിയാണല്ലേ, അപ്പോൾ ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യണ്ട എന്നുള്ള ആ ഒരു നെഗറ്റീവ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരിക്കുക. അതുപോലെ ഡൗൺലൈൻസ്, ഇപ്പോൾ ആര് പറയുക, സുമയ്യ സുകുമാരൻ ചേട്ടനും അപ്ലൈനും ഡൗൺലൈനാണ്. അപ്പോൾ സുമയ ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഒരു അത്യാവശ്യം ഒരാളെ ഇരുത്താൻ വേണ്ടി പറഞ്ഞ സമയത്ത് സുമയോട് സുമയ ഞാൻ ബിസിയാണ്, ഇപ്പോൾ ഞാൻ ചെയ്യില്ല. അപ്പോൾ സുകുമാരൻ ചേട്ടനോട് സുമയ പറയാം, ഇയാളെ വിളിച്ചിട്ടൊന്നും വരുന്നുമില്ല, ഒരു മീറ്റിംഗ് പറഞ്ഞ് ഇരിക്കുന്നുമില്ല. അപ്പോൾ സുകുമാരൻ ചേട്ടനോട് നെഗറ്റീവ് ഷെയർ ചെയ്തു. അപ്പോൾ സുകുമാരൻ ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ഞാൻ വിളിച്ച സമയത്ത് ഇയാൾ കയറിയില്ലല്ലോ, മീറ്റിംഗ് എടുത്തില്ലല്ലോ.
അയാൾ അങ്ങനെ തന്നെ കേട്ടോ, അയാളെ കൂടെ ഇനി ചെയ്യേണ്ട ആ ഒരു നെഗറ്റീവ് താഴോട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് ഡൗൺ ആവാം. നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും നിങ്ങൾ അപ്ലൈനോട് പറയാം. ഇപ്പോൾ സുമയ്യക്ക് എന്നോടാണ് ദേഷ്യം, ഇയാൾ പറഞ്ഞ നേരെ എൻ്റെ അപ്ലൈൻ മനോജ് സാറിനോട് പറയാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ മനോജ് സാർ, സാറ് ഞാൻ ഷാജി സാറിനെ വിളിച്ചിട്ട് ഒരു കാര്യം ചെയ്തിരുന്നില്ല, പർച്ചേസ് ചെയ്യാൻ പറഞ്ഞ് പർച്ചേസ് ചെയ്യുന്നില്ല, ഒരു മീറ്റിംഗ് ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുന്നില്ല, എന്താ ചെയ്യുക? മനോജ് സാറ് അപ്പോൾ തന്നെ ഷാജി അങ്ങനെ തന്നെയാണെന്ന് ഒരിക്കലും പറയില്ല. കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് പർച്ചേസ് ഞാൻ ചെയ്തുതരാം, ഷാജിയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തരാം. ഒരിക്കലും മനോജ് സാർ വന്നിട്ട് എന്നോട് ഒന്നും പറയില്ല, ഷാജി സുമയ്യ എന്നോട് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും മനോജ് സാർ അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുള്ളൂ. കാരണം എന്നോട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ സുമയായിട്ട് ദേഷ്യമായിരിക്കും, അല്ലേ? ഈ മനോജ് സാറിൻ്റെ ഒക്കെ പോയി പറഞ്ഞിരിക്കുകയാണല്ലോ, അപ്പോൾ സുമയ്യന് എന്ത് പറഞ്ഞാൽ ചെയ്തു കൊടുക്കില്ല എന്നുള്ളൊരു നെഗറ്റീവ് എനിക്ക് വരും. അപ്പോൾ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ബിസിനസ് നമ്മളെ ബിസിനസ്സാണ്, തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ നെഗറ്റീവ് താഴോട്ട് കൊടുക്കാതിരിക്കാം, നെഗറ്റീവ് മേലോട്ട് കൊടുക്കാം. എന്ത് ബുദ്ധിമുട്ടായാലും കഷ്ടപ്പാടായാലും നിങ്ങൾക്ക് മേലോട്ട് ഷെയർ ചെയ്യാം. അത് നിങ്ങൾക്ക് ഗുണങ്ങളേ ചെയ്യുള്ളൂ, ദോഷങ്ങൾ ചെയ്യില്ല. പക്ഷെ താഴോട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ വരും. കാരണം നാളെ സുകുമാരൻ ചേട്ടൻ്റെ താഴെ ഒരു ഡൗൺലൈൻസ് വന്നു കഴിഞ്ഞാൽ ആ ഡൗൺലൈൻസിലൂടെ സുകുമാരൻ ചേട്ടൻ കൂടി സുമയ ഇങ്ങനെയാണ് കേട്ടോ, സുമയ അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകും, നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ഇത് താഴോട്ട് സുകുമാരൻ ചേട്ടൻ താഴോട്ട് ഷെയർ ചെയ്യും, നമ്മളിലേക്ക് തിരിച്ചു വരും. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. ഓക്കെ, ഇത് ക്രോസ് ലേക്കിലേക്കും വരാൻ പാടില്ല. ക്രോസിലേക്ക് ഇപ്പോൾ നീതു സുഷിതിയായിട്ട് പറയാൻ പാടില്ല, നീതു സുകുമാരൻ ചേട്ടനായിട്ട് പറയാൻ പാടില്ല, നീതു വിനോദമായിട്ട് പറയാൻ പാടില്ല. നെഗറ്റീവ് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ പാടില്ല. PV കയറുന്നുണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ, പർച്ചേസിങ് നടക്കുന്നുണ്ടോ, ഇൻകം കിട്ടിയോ, ബ്രോൺസ് സെലക്ടറായ സമയത്ത് ഇപ്പോൾ സുകുമാരൻ ചേട്ടൻ ബ്രോൺസ് സെലക്ടർ ആയ സമയത്ത് ഇറങ്ങി കിട്ടി 2000 അല്ല 3000 കിട്ടി, 4000 കിട്ടി. അപ്പോൾ നീതു ബ്രോൺസ് ആയ സമയത്ത് 8000 രൂപ കിട്ടി. എത്ര PV കയറിയിട്ടാണോ, എത്ര പർച്ചേസ് ചെയ്തിട്ടാണോ ഒന്നും അറിയില്ല. വരുമാനം, എനിക്ക് വരുമാനം കുറഞ്ഞു, സുഷിതക്ക് നല്ല വരുമാനം, അല്ലെങ്കിൽ നീതുവിന് നല്ല വരുമാനം, അത് ലേഡീസ് ആയതുകൊണ്ട് അവിടെ നല്ല വരുമാനം കിട്ടി, ഞാൻ ജെൻസ് ആയതുകൊണ്ട് അവിടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് 2000 രൂപ വരുമാനം കിട്ടി. ഇത് എങ്ങനെ പർച്ചേസ് ചെയ്തിട്ടാണോ, അല്ല ഡബിൾ PVയിലാണോ, വോളിയം വന്നിട്ടാണോ? ഞാൻ ഒന്ന് മ്യൂട്ട് ആക്കണേ, സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെന്ന് പറയും. ഓക്കെ, അതിൻ്റെ നെറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതാവും. ഒരു മിനിറ്റ്, ഞാൻ മൊബൈൽ വോയിസിലാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് ക്രോസിലേക്ക് തീരെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പോൾ വിനോദ് സാറും അതുപോലെ സുമേഷുമായിട്ട് നെഗറ്റീവ് ചെയ്യാതിരിക്കുക, ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒന്നും പറയാതിരിക്കുക, വരുമാനം എത്ര, ബോണസ് എത്ര ഒന്നും പറയാതിരിക്കുക, ബോണസ് വന്ന കാര്യം ഡൗൺലൈൻസിനോട് ഷെയർ ചെയ്തിരിക്കുക, നിങ്ങൾക്ക് അപ്ലൈനോട് ഷെയർ ചെയ്യാൻ പറ്റും. കാരണം അത് നിങ്ങളുടെ ടീമിനെ തന്നെ ഡാമേജ് ആക്കിയെടുക്കാൻ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതിനകത്ത്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പോൾ വിനോദ് സാറിനെ കുറിച്ച്, പ്രൊഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. നമ്മളെ ടീമിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് നോളജ് അരിച്ച് കലക്കി കുടിച്ച വ്യക്തിയാണ്. അപ്പോൾ സുമേഷിന് വേണമെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിക്കാം, വിനോദ് സാറിനോട് ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണ വിന്നിംഗ് ടീമിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞാൽ സുമേഷ് എന്നോട് പ്രൊഡക്റ്റ് സുമേഷിനോട് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ അത് നെഗറ്റീവാണ്, ചെയ്യാൻ പാടില്ല. അപ്ലൈനോട് ചോദിച്ചിട്ടാണ് ചോദിക്കണമെങ്കിൽ പോലും ഞാൻ നമ്മുടെ ടീമിൽ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ നേരിട്ട് ചോദിക്കുക. അതിനൊരു പ്രൊഡക്റ്റിൻ്റെ ഗ്രൂപ്പുണ്ട്, അവിടെ ചോദിച്ചാൽ മതി. അവിടെ വിനോദ് സാറോ ഡോക്ടർ സോഫിയമ്മയോടോ അല്ലെങ്കിൽ ഇതിൽ അറിയുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. വിനോദ് സാറിൻ്റെ എന്നും കേട്ട് പഠിച്ച ഒരുപാട് നീതു, സുഷിത, ഇങ്ങനെ കുറേ ആൾക്കാർ, ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, അവർ ഷെയർ ചെയ്ത് തരുന്നുണ്ടോ, അതിന് ആൻസർ തരുന്നുണ്ടോ. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അതിന് പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അവിടെ ചോദിക്കാം. നേരിട്ട് വിനോദ് സാറിന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന തിരക്കുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ, അദ്ദേഹം അല്ലെങ്കിൽ ആരെങ്കിലും അറിയുന്ന ആൾക്കാർ ഷെയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ആ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആർക്കും അറിയാം, അപ്പോൾ അവരത് ഷെയർ ചെയ്യുന്നുണ്ടോ, അതിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് തീരെ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. കാരണം അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ആ ഒരാൾ ചോദിച്ച ചോദ്യം, പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടാവും, വിനോദ് സാർ കണ്ടിട്ടുണ്ടല്ലോ, അദ്ദേഹം ബിസിയാണ്. ഇപ്പോൾ സുമയ ആ മെസ്സേജ് കണ്ടിട്ടുണ്ടെങ്കിൽ, സുമയ്ക്ക് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുക. ഏതെങ്കിലും പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുത്ത് അവർക്കൊന്നും വായ്പുണ്ട. അതുകൊണ്ട് അറിയാത്ത കാര്യം ഷെയർ ചെയ്തിരിക്കുക. അറിയില്ലെങ്കിൽ വേണമെങ്കിൽ വിനോദ് സാറിനെ വിളിച്ച് മെസ്സേജ് അയക്കും, സാർ ഒരാൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോട് പറയാം, അവിടെ ഒരാൾ പ്രൊഡക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിനോദ് സാർ ബിസിയാണെന്ന് തോന്നും, ഒന്ന് സാറിന് വിനോദ് സാറിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഡോക്ടർ സോഫിയമ്മ അടുത്ത് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വെച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നെ അറിയിച്ചിട്ട് ഞാനത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ലയൻസ് പറഞ്ഞു കൊടുക്കണ്ടോ. കാരണം നമ്മളവിടെ അറിയാത്ത കാര്യങ്ങളോ അറിയാത്ത പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാതിരിക്കുക. കാരണം അവർക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അത് ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ടോ. അതുപോലെ നിങ്ങളുടെ നെറ്റ്വർക്കിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ലൈനുമായിട്ട് സംസാരിച്ച്, നിങ്ങളുടെ ക്രോസിലേക്കുമായിട്ട് പറയാതെ, നിങ്ങളുടെ LOSൽ ആരാണുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾ അപ്ലയൻസിന് മാത്രമേ അറിയുള്ളൂ നിങ്ങളുടെ LOSൽ എന്താണ് നടക്കുന്നത്, അവിടെ എന്ത് PV കയറി, അവിടെ എവിടെ വർക്ക് ചെയ്താണ് വിജയിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ അപ്ലയൻസിന് മാത്രമേ അറിയുള്ളൂ. നിങ്ങളുടെ ക്രോസിലേക്ക് ഒരാൾക്ക് അറിയില്ല നിങ്ങളുടെ താഴെ എവിടെയാണോ വർക്ക് നടക്കുന്നത്, ആരാണോ സീരിയസ് ആയിട്ട് ലീഡേഴ്സ് അവർക്ക് അറിയാൻ പറ്റും.
അപ്പോൾ ഒരു നെഗറ്റീവ് നമ്മൾ ഡൗൺലൈൻസിൻ്റെയോടെയോ അതുപോലെ ക്രോസ് ലെഗിലോ കമ്മ്യൂണിക്കേഷൻ ചെയ്യാതിരിക്കുക. ഇതെല്ലാം ഞാൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആരും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളൊരു വലിയൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വലിയൊരു ലീഡറായി മാറുന്ന സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാനിത് പുച്ഛിച്ച് തള്ളിയ ഒരാളാണ് കേട്ടോ. ഇതെന്ത് സംഭവം, ഇതൊക്കെ വേറെ കാര്യം, നമ്മളിതൊന്നും മൈൻഡ് ചെയ്യാറുണ്ടല്ലോ. ഇതെല്ലാം തെറ്റ് ചെയ്ത് ഈ കാരണം എല്ലാ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, തെറ്റൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ എനിക്കൊരു ടീം വന്ന സമയത്ത് ആ ടീമിൽ ഈ സാധനം സംഭവിക്കുമ്പോൾ സമയത്താണ് ഞാനിത് മനസ്സിലാക്കിയത്. എൻ്റെ ഡൗൺലൈൻസ് രണ്ട് അപ്പുറം ഡൗൺലൈൻസ് തമ്മിൽ നെഗറ്റീവ് ഷെയർ ചെയ്യുന്നുണ്ടാവും, ക്രോസിലൊക്കെ തമ്മിൽ നെഗറ്റീവ് ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇനി ഇത് ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിങ് യുവർ അപ്ലൈ. നിങ്ങളൊരു കാര്യം തീരുമാനിച്ച സമയത്ത് ഒരു പ്രാവശ്യം നിങ്ങൾ അപ്ലൈനോട് ചോദിക്കാം, ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഇത് ചെയ്താൽ തെറ്റുണ്ടോ? അപ്പോൾ അപ്ലൈൻ പറയുകയാണ് കുഴപ്പമില്ല ചെയ്തോന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യം നിങ്ങൾ ചെയ്യിക്കുന്ന സമയത്ത് ഒരിക്കലും അപ്ലൈനോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം അപ്ലൈനോട് പറയാതെ നിങ്ങൾ അവിടെ ചെയ്ത് എന്നുവെച്ചാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ അപ്ലൈൻ ചെയ്ത് അറിഞ്ഞിട്ടുണ്ടാവില്ല, ആരെന്ന് വിചാരിക്കും ഒന്ന് ഇപ്പോൾ പറഞ്ഞേക്കാം, സാറേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ മറ്റേ ഇന്നൊരു കാര്യം അവിടെ പോയിട്ടുണ്ട്, ഒരാളുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ടോപ്പ് ലീഡറായ മറ്റേ ഒരു ക്രോസ് ലീഡറുണ്ട് ആയിഷ താത്തൻ്റെ ഒരാളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒരാൾ ഫിസിക്കൽ മീറ്റ് എൻ്റെ ടീമിൽ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഒരാൾ അവിടെ പോയിട്ടുണ്ട്, ആയിഷ താത്തൻ്റെ ടീമിലെ ഒരു വലിയ ലീഡറെ കോൺടാക്ട് ചെയ്യാൻ സംസാരിക്കാൻ പോയിട്ട്. അപ്പോഴന്ന് എല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും എന്നോട് പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എനിക്ക് ഇതുവരെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ ഒരാളോട് പറഞ്ഞയച്ച സമയത്ത് അവരുടെ ടീമിലേക്ക് അവരെ ജോയിൻ ആക്കി, എൻ്റെ ആൾ നഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാതെ എൻ്റെ ടീമിൽ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരാളെ നേരിട്ട് അവിടെ പറഞ്ഞയച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരാളെ നഷ്ടപ്പെടുകയോ ചെയ്യുന്നല്ലേ, ശരിയല്ലേ? ഞാൻ അങ്ങനെ ഒരു അബദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ തൃശ്ശൂരേക്ക് പറഞ്ഞയച്ചു, അവിടെയുള്ള ഒരു ടോപ്പ് ലീഡർ, കേരളത്തിൽ ഏറ്റവും ടോപ്പ് ലീഡറത്തേക്ക് പറഞ്ഞയച്ചത്. എന്നുവെച്ചാൽ പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മനോജ് സാർ പറഞ്ഞു, സാറേ ഞാനൊരാളെ തൃശ്ശൂരേക്ക് അയച്ചിട്ടുണ്ട്, അവിടുത്തെ ആ ഒരു ടോപ്പ് ലീഡറെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ മനോജ് സാർ പറഞ്ഞു അത് വേണ്ടായിരുന്നു, എനിക്കിങ്ങനെ 3 അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ 3 പേരെ അവിടെ പറഞ്ഞയച്ചപ്പോൾ ആ 3 പേരും അവരുടെ ടീമിൽ പോയി ജോയിൻ ചെയ്തു, ഐഡിയ എടുത്തു, അവിടെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനും പറഞ്ഞയച്ച ആൾക്കാർ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല, എൻ്റെ ഫോൺ എടുത്തിട്ടില്ല. അപ്പോൾ അവർ ബിസിനസ് ചെയ്യുന്നുണ്ടോ അല്ല ആ ടീമിൽ ജോയിൻ ചെയ്തോ എനിക്കറിയില്ല, മനസ്സിലായില്ലേ? ഈ അനുഭവങ്ങൾ നിങ്ങൾക്കും വരാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക, അല്ല എന്നോട് ചോദിക്കുക, നിങ്ങൾ അപ്ലൈനോട് തന്നെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട്, തെറ്റുണ്ടോ? അപ്പോൾ ആ അപ്ലൈൻ ചിലപ്പോൾ എന്നോട് ചോദിക്കും, ഇങ്ങനെ നീ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം, അതെന്താ വേണ്ട ഓക്കെ പറയണോ എന്ന് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് റിസൾട്ടേ ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങളോട് ചെയ്യേണ്ടെന്ന് അപ്ലൈൻ പറയില്ല. അത് നിങ്ങളോട് പറയും, ഞാൻ ഇങ്ങനെ സംഭവം ചെയ്ത സമയത്ത് എനിക്കിങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് മാക്സിമം അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചെയ്തതിന് ശേഷം പിന്നെ അപ്ലൈനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ അപ്ലൈൻ നോ പറയില്ല, കാരണം ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ അവിടെ നോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ വെറുതെ ഒരു ഓക്കെ എന്ന് പറഞ്ഞാൽ തള്ളൽ മാത്രമേ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുന്ന സമയത്തും ഒരു പ്രാവശ്യം പോലും അപ്ലൈനോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. കാരണം നിങ്ങൾ വിജയിക്കുന്ന സമയത്ത് അപ്ലൈൻ വിജയിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് നല്ലത് മാത്രമേ അപ്ലൈൻ പറയുള്ളൂ. ഞാനും ഒരുപാട് കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ശേഷം ഇപ്പോഴും ഞാൻ ക്രൗൺ ഡയറക്ടറായ സമയത്ത് പോലും എൻ്റെ അപ്ലൈനോട് ചോദിക്കാൻ ഒരുപാട് കാര്യം ചെയ്ത സമയത്ത്, ഞാൻ ഹൈദരാബാദ് പോയ സമയത്ത് എൻ്റെ അപ്ലൈനോട് എന്നോട് പറയാൻ മടിയായിരുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ വിഷമം കൊണ്ട് ബിസിനസ് കളഞ്ഞിട്ട് പോകുന്നതിന് പേടിച്ചിട്ട് എൻ്റെ അപ്ലൈൻ എന്നെ അവിടെ ഹൈദരാബാദിൽ ഒരു റൂമിൽ അവിടെ വിളിച്ചിരുത്തിയിട്ട് ജ്യോതിഷ് സാറിൻ്റെ കൂടെയും സുരേഷ് കുമാർ കോതമൂൾ സാറിനോട് ഇരുത്തി ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയ സമയത്ത് പറയുമ്പോൾ അവർ പേടിച്ചിട്ടാണ് പറഞ്ഞത്, ഇവൻ ഈ കാലത്ത് ഇവൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു പോകുന്നുള്ള വിഷമത്തിൽ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അതെല്ലാം അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് അപ്ലൈനോട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഡു റൈറ്റ് യൂസ് ഓഫ് യുവർ അപ്ലൈൻ. നിങ്ങൾ അപ്ലൈനെ പ്രോപ്പറായി യൂസ് ചെയ്യാം, അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ചിലപ്പോൾ ഇതിൽ പല ആൾക്കറിയാം, സാധനങ്ങൾ വാങ്ങിക്കാൻ മാത്രം കൊറിയർ ബോയ് ആയിട്ട് ഉപയോഗിക്കുന്ന കുറേ ആൾ ഡൗൺലൈൻസ് ഉണ്ട്. അപ്ലൈൻസിന് യൂസ് ചെയ്യും, സാധനം വാങ്ങിച്ചുകൊണ്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കും, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഗൂഗിൾ പേ ഉണ്ടാവില്ല, സാധനം അപ്ലൈൻ്റെ പൈസക്ക് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുകൊടുത്തിട്ട് പിന്നെ ഈ സാധനം വാങ്ങിക്കാൻ പോലും വരില്ല, ആ പൈസ അപ്ലൈൻ്റെ അവിടെ പെൻഡിങ് ആയി. പിന്നെ വിളിച്ച് പറഞ്ഞ സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് വന്ന് എടുത്ത് പൈസ വേണം കേട്ടോ, ഈ പൈസ ഇല്ലാണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ വരാണ്ടുണ്ടോ. അപ്പോൾ PV ഒക്കെ കയറിയല്ലോ, ഇനിയിപ്പോൾ സാവധാനത്ത് പോയി എടുത്താൽ മതി. ഈ അപ്ലൈൻ്റെ വീട്ടിൽ സാധനം കിടക്കുന്നുണ്ടോ, 1 ആഴ്ച 2 ആഴ്ച കിടക്കുന്നുണ്ടോ, അപ്ലൈൻ്റെ പൈസയോടെ ബ്ലോക്കായി, ഇയാൾ ചിലപ്പോൾ ട്രെയിൻ പിടിച്ചിട്ടോ ബസ് പിടിച്ചിട്ടോ സാധനം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇതൊക്കെ പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അല്ലേ. അതുപോലെ ID എടുക്കാൻ, KYC ചെയ്യാൻ, പർച്ചേസിങ് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈൻ യൂസ് ചെയ്യുന്നുണ്ടോ. നിങ്ങൾ ഇതിൽ ആരും തെറ്റിദ്ധരിക്കണം കേട്ടോ, നിങ്ങൾ എല്ലാവരും എന്നെ യൂസ് ചെയ്യുന്നുണ്ട്, മാക്സിമം പിഴിയാറുണ്ട് ഈ കാര്യങ്ങൾക്ക്. അത് തെറ്റൊന്നുമില്ല, ഞാൻ ചെയ്തു തരാറുണ്ട്, ഞാൻ അവിടെ നോ പറയാറില്ല.
നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ID ക്രിയേഷൻ ചെയ്യാൻ അത് സിമ്പിൾ കാര്യമാണ്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പിറ്റേ ചോദിക്കാം, സാറേ ഇതെങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ, ഞാൻ ID എടുത്താൽ തെറ്റുണ്ടോ? അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും, തെറ്റാതെ ചെയ്യാൻ പറഞ്ഞു തരുന്നുണ്ടാവും. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. അത് മിസ്റ്റേക്സ് വന്നാലും നമുക്ക് പഠിക്കാൻ സാധിക്കും. നമ്മൾ കുട്ടികൾ വീഴുന്നില്ലേ, അല്ല ചെറിയ കുഞ്ഞുങ്ങൾ നടക്കുന്ന സമയത്ത് വീഴാറില്ലേ? വീഴുന്ന സമയത്ത് നിങ്ങൾ പോകും, നടക്കേണ്ട അവൻ്റെ അവിടെ പിടിച്ചിരുത്തലാണോ? വീണു 5 പ്രാവശ്യം 10 പ്രാവശ്യം വീണ് പിന്നെ നടക്കുമ്പോൾ ആയിരിക്കും അവർ നടന്ന് ശീലിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ID എടുക്കുമ്പം KYC ചെയ്യുമ്പം പർച്ചേസ് ചെയ്യുമ്പം മിസ്റ്റേക്സ് വരാം. ചെയ്തോ 4 5 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് പോകാൻ പറ്റും. അപ്ലയൻസിനെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ജോയിൻ ചെയ്തു, ആ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല, അദ്ദേഹത്തിന് തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി എൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലയൻസ് കൂടെ ഇരുത്തി ഒന്ന് ഓറിയൻറ്റേഷൻ ചെയ്ത് അവരെ തീരുമാനം എടുപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ബിസിനസ് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അപ്ലൈനെ പ്രോപ്പറായി യൂസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം എല്ലാ ആൾക്കാരും എല്ലാ ID എടുക്കാൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും എന്നെ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരാളോട് നോ പറയാറില്ല. മാക്സിമം എല്ലാവരും എന്നെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നാലും ഞാൻ അവരോട് ഒരാളോട് നോ പറയാറില്ല. പക്ഷേ പല ടീംസിലും 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യും, അതിനപ്പുറം പിന്നെ ചെയ്തു കൊടുക്കില്ല. പ്ലാൻ വരെ രണ്ടോ മൂന്നോ പ്ലാൻ മാത്രമേ കൊടുക്കുള്ളൂ, ബാക്കി പ്ലാൻ ഒറ്റയ്ക്ക് കൊടുക്കണം. ഇന്ന് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്നും ഞാൻ പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളായി മാറിയിരിക്കും. ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. പ്ലാൻ ഞാൻ തന്നെ ഇപ്പോഴും കൊടുക്കുകയാണ്. ഇത് ആക്ച്വലി ഒരു ലിവറേജ് കിട്ടേണ്ട ബിസിനസ്സാണ്. ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങളും പ്ലാൻ എടുക്കണം, നിങ്ങൾ ID എടുക്കണം, നിങ്ങൾ പർച്ചേസിങ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ഇത് ചെയ്യുന്നുണ്ടാവും, അവരുടെ കൂടെ വന്ന വ്യക്തി ഇത് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ താഴെ വന്ന വ്യക്തി ഇത് ചെയ്യുന്നുണ്ടാവും. പക്ക ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. അപ്പോൾ അറിയാത്ത കാര്യങ്ങളല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ അപ്ലൈനെ നിങ്ങൾക്ക് ബിസിനസ്സിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ID എടുക്കാനും പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ കൂടെ വന്ന വ്യക്തിയെ അപ്പം തന്നെ പഠിപ്പിക്കാനല്ല, ജോയിൻ ചെയ്ത ഉടനെ പഠിപ്പിക്കാനല്ല, അവരെ മനസ്സിലാക്കി കൊടുത്ത് 1-2 പ്രാവശ്യം ചെയ്ത് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം അവരെ ക്ലിയർ ആക്കി അത് പറഞ്ഞ് മനസ്സിലാക്കി തെറ്റാതെ ചെയ്യും. കാരണം ഞാനിത് പഠിപ്പിച്ച സമയത്ത് എനിക്ക് പണി വേറെ കിട്ടുമായിരുന്നു. എല്ലാവരും ID എടുക്കുന്ന തെറ്റായിട്ട് ID എടുക്കും. ഇതെല്ലാം മെയിൽ അയക്കൽ പണിയായി. ID എടുക്കാൻ എനിക്ക് 3 മിനിറ്റ് മതി, അവസാനം ഇത് മെയിൽ എടുക്കാൻ 1 മണിക്കൂറാവും. അങ്ങനെ എനിക്ക് പിന്നെ വീണ്ടും ഡബിൾ പണിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലൈനെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവും. പക്ക ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ലിവറേജ് വരും. നമ്മൾ ഒരാൾ ചെയ്യുന്ന കാര്യം താഴെ നിങ്ങളുടെ ടീമിൽ 100 പേരുണ്ടെങ്കിൽ 100 പേര് സെയിം സാധനം ചെയ്യുന്ന സമയത്ത് നല്ല വലിയ ലിവറേജാണ് വരുന്നുണ്ടാവും. ഒരു വ്യക്തി 8 മണിക്കൂർ ജോലി ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ 100 പേരുണ്ടെങ്കിൽ എത്ര മണിക്കൂറായി മാറി ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇതൊരു പക്ക ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്സാണ്. അപ്ലൈനെ നല്ല കറക്റ്റായിട്ട് യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഡു യു റൈറ്റ് യൂസ് സോഷ്യൽ മീഡിയ? ഇപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, പല മീഡിയാസ് നമ്മൾ യൂസ് ചെയ്താണല്ലോ അല്ലേ. ഇവിടെ നമ്മൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവും. ഞാൻ ഇപ്പോഴും പല ആൾക്കാർ സ്റ്റാറ്റസ് ശ്രദ്ധിക്കാറുണ്ട്. വെസ്റ്റേജ് ബിസിനസ് ചെയ്യുന്നുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, ഉണ്ടാവും കുറച്ചൊക്കെ. പക്ഷെ അവരുടെ സ്റ്റാറ്റസിൽ എന്താ ഉണ്ടാവുക, അവരുടെ ഫ്രണ്ട്സ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സ്റ്റാറ്റസ് വേറെ ഏതോ കമ്പനിയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടോ? ഇത് ഞാൻ ചെയ്യുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് ചെയ്യാണ്. അവരുടെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാലും വെസ്റ്റേജിൻ്റെ ഒരു പ്രൊഡക്റ്റ് അവിടെ കാണില്ല. ചുരിദാറിൻ്റെ കാണാം, ഷോപ്പിൻ്റെ കാണാം, ഏതെങ്കിലും കടേൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാം. ഇതെല്ലാം അതെന്ത് വെക്കുന്നേക്കും, അതായത് സ്റ്റാറ്റസ് 100 പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫ്യൂമും ഫ്രീ കിട്ടും. അതിന് വേണ്ടിയാണ് സ്റ്റാറ്റസ് വെക്കുന്നത്. അത് 100 പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം ഫ്രീ കിട്ടും. നമ്മളെ ഒരു സോപ്പോ അല്ലെങ്കിൽ ഒരു പേസ്റ്റോ അതിൻ്റെ ക്വാളിറ്റിയോ ഒരു സ്റ്റാറ്റസ് വെക്കുമോ അത് ചെയ്യാൻ അവർക്ക് സമയമില്ല. ഇതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ആൾ ഇതിൻ്റെ സ്റ്റാറ്റസ് വെക്കില്ല. വെസ്റ്റേജിനെ കുറിച്ചൊരു സ്റ്റാറ്റസ് വെക്കില്ല. വെസ്റ്റേജിൽ നിങ്ങൾ സക്സസ് ആയ ഫാസ്റ്റായിട്ട് 8% നിങ്ങളുടെ ടീമിൽ ഒരാളായിക്കഴിഞ്ഞാൽ അത് സ്റ്റാറ്റസ് വെക്കില്ല. ഇതൊന്നും ചെയ്യാതെ എന്തെങ്കിലും വെക്കും, ഏതെങ്കിലും സ്റ്റാറ്റസ് വെക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയകരമായ എന്തെങ്കിലും ഫോട്ടോസ് വെക്കും, അല്ലെങ്കിൽ സിനിമാകരമായ ഒരു വീഡിയോസ് വെക്കും. വെസ്റ്റേജിനെ കുറിച്ചൊന്നും വെക്കാറില്ല. നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് വിനോദ് സാറിൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് വേറെ എന്തെങ്കിലോ ആയിരിക്കും, വീഡിയോസ് ആയിരിക്കും, പല അമ്പലങ്ങളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ സിനിമാക്കാരുടെ ഫോട്ടോസ്, രാഷ്ട്രീയപരമായ ഫോട്ടോസൊക്കെ ആയിരിക്കും. വെസ്റ്റേജിനെ കുറിച്ച് ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ചിലപ്പോൾ ചുരിദാറിൻ്റെ ബിസിനസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ വെറുതെ പറയാണ്. ആ വൈഫിൻ്റെ ചുരിദാറിൻ്റെ ബിസിനസ് അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി ആ ചുരിദാറിൻ്റെ കുറേ ഫോട്ടോ വെക്കും വൈഫിനെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആൾക്കാരൊന്ന് ചിന്തിക്കുക, വിനോദ് സാറിൻ്റെ ഡൗണിൽ നിന്ന് ചിന്തിക്കുക, ഇദ്ദേഹത്തിന് അപ്പോൾ ഈ വെസ്റ്റേജിൽ വരുമാനം ഉണ്ടാവില്ല, ചിലപ്പോൾ ചുരിദാർ വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം നിൽക്കുന്നുണ്ടാവുക. അതാണ് അതിൽ അദ്ദേഹം കൂടുതൽ ഫോക്കസ്. അപ്പോൾ ഇയാളെ കൂടെ നിന്ന് വലിയ കാര്യമൊന്നുമില്ല എന്ന ചിന്ത നമുക്ക് വരും. വിനോദിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾ കണ്ട ആൾക്ക് എല്ലാവർക്കും അറിയാം. വിനോദ് വേറെ ടീമിലൊരാൾ അച്ചീവ് ചെയ്താൽ പോലും അത് സ്റ്റാറ്റസ് വെക്കാറുണ്ട്. എല്ലാം വെസ്റ്റേജിൻ്റെ സ്റ്റാറ്റസ് വെക്കുന്ന ആൾക്കാരാണ്.
നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ആ ബിസിനസ്സിനെ കുറിച്ച് മാത്രം സോഷ്യൽ മീഡിയ ഇടൂ സുഹൃത്തുക്കളെ. നിങ്ങൾ എന്തിനാണ് ഏതോ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആ എൻ്റെ സഹോദരി വെസ്റ്റീജ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ സഹോദരിൻ്റെ അവസാനത്തെ ഫോട്ടോ വെസ്റ്റീജ് ആയിരിക്കും, ബാക്കി ആദ്യത്തെ ഫോട്ടോ മൊത്തം സ്റ്റാറ്റസിലുള്ളത് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ. ഞാൻ എൻ്റെ സഹോദരിൻ്റെ പേര് പറയാൻ കാരണം പ്രശ്നമില്ല, എന്നെ വഴക്കൊന്നും പറയില്ലല്ലോ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരി 10 ഫോട്ടോ സ്റ്റാറ്റസ് വെച്ചാൽ 10ാമത്തെ ഫോട്ടോ വെസ്റ്റീജ് ആയിരിക്കും, ബാക്കി 9 സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രൈസ് ടാഗ് ആയിരിക്കും. തക്കാളിയുടെ വില 99 രൂപ, ഉരുളക്കിഴങ്ങിൻ്റെ വില എത്ര രൂപ വില. ഇത് 100 പേര് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ പെർഫ്യൂം, എൻ്റെ ചേച്ചിക്ക് ഒരു പെർഫ്യൂം കിട്ടും. നമ്മളെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ 10 പേര് പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കറക്റ്റായി പ്രോപ്പറായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ചുരിദാറിൻ്റെ ഫോട്ടോ മാറ്റി സുഹൃത്തുക്കളെ, ചുരിദാറിൻ്റെ ഫോട്ടോ വിറ്റ് കഴിഞ്ഞാൽ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 രൂപ കിട്ടുമായിരുന്നു. പക്ഷേ വെസ്റ്റീജിൻ്റെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കോടികൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങൾ കറക്റ്റായി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡൗൺലൈൻസിൽ മനസ്സിലാവും. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് മൊത്തം കാണുന്നത് വെസ്റ്റീജിനെ കുറിച്ചും അതിനകത്തിൽ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസും ഇതൊക്കെ കാണുന്നെങ്കിൽ നിങ്ങൾ അതിൽ വളരെ സീരിയസ് ആയി വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന ഒരാളെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളോടൊപ്പം അദ്ദേഹം അസോസിയേഷൻ ചെയ്യുന്നുണ്ടാവും. അതാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമോ, നിങ്ങളുടെ അപ്ലയൻസ്, നിങ്ങളുടെ ഡൗൺലൈൻസ് ഒക്കെ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാവും. എൻ്റെ സ്റ്റാറ്റസ് എല്ലാവരും കാണും കേട്ടോ, കാരണം എനിക്ക് സമയമില്ലാതുണ്ടാവും. കുറച്ച് പഴയ ആൾക്കാർക്ക് മാത്രമേ എൻ്റെ സ്റ്റാറ്റസ് കാണൂ, കാരണം എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെസ്റ്റീജ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഞാൻ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ളൂ. അത് പുതിയ ആൾക്കാരില്ല, ഒരു 5-6 മാസം മുന്നേ ആൾക്കാർ മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള എനിക്ക് സമയം കിട്ടാതുണ്ടാകും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ ടീമിലുള്ള സക്സസ്സും നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ ഈ നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ, നിങ്ങൾ ഒരു ബിസിനസ് പറഞ്ഞ സമയത്ത് നോ പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾ ചുരിദാറിൻ്റെ ഫോട്ടോ ഇടുന്നു, സൂപ്പർ മാർക്കറ്റിൻ്റെ ഫോട്ടോ ഇടുന്നു, അമ്പലത്തിലെ പ്രോഗ്രാമിൻ്റെ ഫോട്ടോ ഇടുന്നു. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവൻ വല്ല ബിസിനസ്സും ചെയ്യുന്നു, ഇവൻ്റെ സ്റ്റാറ്റസിൽ ഒരു വെസ്റ്റീജിനെ കുറിച്ചോ ആ കമ്പനിയെ കുറിച്ചോ ഒന്നുമില്ല, അപ്പോൾ അവൻ വെറുതെ എന്നെ കിട്ടാതുകൊണ്ട് നിർത്തിപ്പോയിരിക്കുക എന്നാ ചിന്തിക്കുന്നുണ്ടാവാം. നിങ്ങൾ ഈ വെസ്റ്റീജിനെ കുറിച്ച് വളരെ സീരിയസ് ആയി സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മറ്റുള്ള അച്ചീവ്മെൻറ്റ്സിൻ്റെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ അവരെന്നും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഇവൻ വളരെ സീരിയസ് ആയി ചെയ്യുന്നുണ്ടെന്ന് തോന്നല്ലേ, വല്ല വരുമാനം കിട്ടുന്നുണ്ടാവുമായിരിക്കുമല്ലേ, അന്നേ അവൻ്റെ കൂടെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്ന ചിന്ത വരുന്നുണ്ടാവും. നിങ്ങളിതിൽ വരുമാനം വാങ്ങിച്ചിട്ടുണ്ട്, അത് സ്റ്റാറ്റസ് വെക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെപ്പോഴും വാച്ച് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, നിങ്ങളോട് നോ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ സ്റ്റാറ്റസ് ആദ്യം നോക്കുന്നവരായിരിക്കും. പക്ഷെ അവരൊന്ന് ജോയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ അവരെ പോയി കണ്ടു കഴിഞ്ഞാൽ അവർ നിന്നെ കൊണ്ടൊക്കെ സാധിക്കും, എനിക്കിത് പറ്റൂല എന്ന് പറയും. അവർ വന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നില്ല, പക്ഷെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവും. ആ വിഷമം ഒരു മധുര പ്രതികാരം പോലെ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രോപ്പറായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഡു ഓൺലി വാട്ട് ഈസ് ഡ്യൂപ്ലിക്കബിൾ. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന സാധനം, നിങ്ങളുടെ ഡൗൺലൈൻസിൽ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാം, അല്ലേ? ഇപ്പോൾ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ആർക്കും ലാപ്ടോപ്പ് ഇല്ല. ഞാൻ ഇപ്പോൾ ഫിസിക്കലായിട്ട് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ലാപ്ടോപ്പൊക്കെ തൂക്കി പിടിച്ച് നല്ല അടിപൊളിയായിട്ട് പോകുന്നു, അവിടെ പ്രസൻറ്റേഷൻ ചെയ്യുന്നു, സ്ലൈഡ് ഉപയോഗിക്കുന്നു, പ്രസൻറ്റേഷൻ ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ആണെങ്കിൽ ഇത് ലാപ്ടോപ്പ് ഉള്ളവർക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അപ്പോൾ എന്നെ കൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വീട്ടിൽ, ആരെ പേരാ പറയുക, പേര് മാറ്റി പഠിക്കാം, റിയ പുതിയ ആളാണ്, ആദ്യമായിട്ട് ബിസിനസ് വന്ന ആളാണ്, വീഡിയോ ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ റിയയുടെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ടീമിലെ മനോജ് സാറോ ജ്യോതിഷ് സാറൊക്കെ പോയി റിയയുടെ വീട്ടിൽ ഒരു 10-15 പേരെ വെച്ച് ടീം മീറ്റ് അറേഞ്ച് ചെയ്തിരിക്കും, ഹോം മീറ്റ്. റിയയുടെ പരിചയക്കാരും ബന്ധക്കാരൊക്കെ ഈ ബിസിനസ് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരുവാണ്. അവിടെ റിയ എന്ത് ചെയ്തു, ഒന്ന് പവറൊക്കെ ആയിക്കോട്ടെ ഒരു ബിരിയാണി, എല്ലാവർക്കും വന്നവർക്ക് 10 ബിരിയാണി, മട്ടൻ ബിരിയാണി വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവർക്കും മട്ടൻ ബിരിയാണി കൊടുക്കുകയാണ്. റിയ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഒരു വരുമാനം താല്പര്യമുണ്ട്. പക്ഷേ റിയ ആ വന്നിരിക്കുന്ന ആൾക്കാർ പറയുന്നത് അടുത്ത ആഴ്ച നിങ്ങളുടെ വീട്ടിലൊരു ഹോം മീറ്റ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അവരെ മൈൻഡിൽ അയ്യോ മട്ടൻ ബിരിയാണി കൊടുക്കണം, പൈസ ഉണ്ടാവില്ലല്ലോ, ഇത്രയും ആൾക്കാർക്ക് മട്ടൻ ബിരിയാണി കൊടുക്കണ്ടേ, അയ്യോ മീറ്റിംഗ് ശരിയാവില്ല കേട്ടോ, വേണ്ട മീറ്റിംഗ് വേണ്ട, ഞാൻ വേണമെങ്കിൽ ഇവിടെ വരാം, ഇവിടെ എല്ലാവരും ഇവിടെ എത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് ഒഴിവാകാൻ ശ്രമിക്കും. കാരണം അവർക്ക് മട്ടൻ ബിരിയാണി കൊടുക്കാൻ പറ്റില്ല. ഇത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ റിയ ചെയ്ത പോലെ സുമേഷിനോ അല്ലെങ്കിൽ സുമേഷിനോ താഴെ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ചായ മാത്രം കൊടുത്താൽ മതി. ചായ മിക്ക ആൾക്കാർക്കും കൊടുക്കാൻ സാധിക്കും, അല്ലേ? ഏതൊരു സാധാരണക്കാർക്കും ചായ കൊടുക്കാൻ സാധിക്കും, കുഴപ്പമില്ല. അല്ലെങ്കിൽ വെള്ളം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ചായ ഒരു ബിസ്ക്കറ്റ് കൊടുത്താലും അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്, ശരിയല്ലേ? അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡൗൺലൈൻസിന് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഒരു പവറിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഗമയ്ക്ക് വേണ്ടിയിട്ട് മട്ടൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക, ഒരു പക്കാ ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തു. നിങ്ങൾ 5 BB ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ താഴെ ജോയിൻ ചെയ്യുന്ന വ്യക്തി 5 BB ചെയ്യുള്ളൂ, അതിൻ്റെ താഴെ വരുന്ന വ്യക്തി 5 BB ചെയ്യുള്ളൂ, അതിൻ്റെ താഴെ വരുന്ന വ്യക്തി 5 BB ചെയ്യുള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ 5 കൊല്ലം കാത്തുക്കേണ്ടി വരും. നിങ്ങളൊരു 100 PB ഒരു 100 PB ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട്
നിങ്ങൾ താഴെ വരുന്ന വ്യക്തിയോട് പറയുന്നതും 100 പീപ്പിൻ്റെ കാര്യമേ പറയണ്ടാവും, അതിൻ്റെ ബെനിഫിറ്റാണ് പറയണ്ടാവും. മനസ്സിലായില്ലേ? നമ്മൾ താഴെ വന്ന വ്യക്തി പാവമാണ്, ഒരു സിമ്പതിയൊക്കെ തോന്നിയിട്ട് നിങ്ങൾ ചെയ്തോ, അങ്ങനെ കുഴപ്പമില്ല, 5 വീ ചെയ്തോ, ഞാനും 5 വീ തുടങ്ങിയ ആളാണ് എന്ന് നിങ്ങൾ പറയുന്നത് അത് നേരെ ഡ്യൂപ്ലിക്കേഷൻ ആവും. 100% ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അവർ മീറ്റിംഗ് ചെയ്യും. ഇപ്പോൾ റിയ ഈ ബിസിനസ്സിൽ വന്ന് പുതിയ ആളാണ്, റിയയുടെ കൂടെ ഇപ്പോൾ ആരും ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ നാളെ റിയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നു, റിയയുടെ ഒരു കൂട്ടുകാരി മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരെ മൈൻഡിലുണ്ടാവുക റിയ മീറ്റിംഗ് വീഡിയോ ഓൺ ആക്കി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നാളെ ഞാനും വീഡിയോ ഓൺ ആക്കിയേ പറ്റുള്ളൂ. അവരെ ചിന്ത അത് വരുന്നുണ്ടാവും. ഇത് റിയ വീഡിയോ ഓഫാക്കി മീറ്റിംഗ് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, അവിടെ സൈഡിലിരിക്കുന്നോ അല്ലെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ TV കണ്ടുകൊണ്ടിരിക്കും, വീഡിയോ ഓണാക്കി ഷാജി സാറിനെ പറ്റിക്കാൻ വേണ്ടി വീഡിയോ ഓണാക്കി പേര് റിയ ഉണ്ടല്ലോ, ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ നോക്കുമ്പോൾ നിങ്ങളുടെ ഓൺലൈൻസും ഇതന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യും. അവർ വീഡിയോ ഓണാക്കി ഇത് മീറ്റിംഗ് സൂമിൽ ലിങ്ക് പേരും ജോയിൻ ചെയ്ത് അവിടെ വെച്ചിട്ട് അവിടെ പോയി അടുക്കളയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ TV കാണുന്നുണ്ടോ, അപ്പുറത്ത് എവിടെയെങ്കിലും ഓട്ടോമാറ്റിക് മീറ്റിംഗ് കഴിയുമ്പോൾ അത് കട്ടായിക്കോളുമല്ലോ. അപ്പോൾ ഷാജി സാർ എന്താ വിചാരിക്കുക, അവർ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല, പേരെല്ലാം അവിടെ കാണുന്നുണ്ടല്ലോ, അദ്ദേഹം എഴുതി വെക്കുന്നില്ലേ, മനസ്സിലായി. ഇത് അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടോ. നിങ്ങളുടെ ഡൗൺലൈൻസ് നിങ്ങളെ കണ്ടിട്ടാണ് അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമ്പോൾ താഴെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഓണാക്കി എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല, അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് താഴെയുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. അവസാനത്തെ 9ാമത്തെ റൂള്, ഡു നോട്ട് ഡിസ്കസ് അവർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് വിത്തിൻ ഈ വെസ്റ്റീജ് ബിസിനസ്. ഈ വെസ്റ്റീജ് ബിസിനസ് അല്ലാത്ത ഒരു കാര്യങ്ങൾ പോലും നമ്മളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലോ ഇതിലുള്ള ഒരാളോട് പോലും ഷെയർ ചെയ്യാതിരിക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരാളെ വിളിക്കുക, റിയാസ് ഖാൻ ഒരു LIC ഏജൻറ്റും കൂടി ആയിരിക്കും ചിലപ്പോൾ. ഓക്കെ, റിയാസ് ഖാൻ പ്രശ്നമില്ല, LIC ഏജൻറ്റ് അല്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടോ. വേറെ ആണെങ്കിൽ LIC കാരനുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. റിയാസ് ഖാൻ LIC വർക്ക് ചെയ്യുന്ന ആളാണ്, വെസ്റ്റീജ് ബിസിനസ് കൂടി ചെയ്യുന്ന ആളുണ്ടാവും. റിയാസ് ഖാനോട് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആയിരിക്കും ഇത് വലിയൊരു നെറ്റ്വർക്കുള്ള ഗ്രൂപ്പല്ല, ഇതിനകത്ത് കയറി ഇരുന്നുകൊണ്ട് കുറേ ആൾക്കാരെ LICയിൽ പോളിസി എടുപ്പിക്കാം എന്ന് പേരും പറഞ്ഞിട്ട് ഇതിനകത്തൊരു ഐഡിയ എടുത്തിട്ട് 100 രൂപയുടെ സാധനം അല്ലെങ്കിൽ ഒരു സോപ്പും പേസ്റ്റും വാങ്ങിച്ച് ഇതിനകത്ത് ഐഡിയ വാട്സപ്പ് ഗ്രൂപ്പിലും വന്ന് അവിടെ ഇരുന്നിട്ട് പതുക്കെ ഒരാൾ, വിനോദ് സാറേ എന്തുണ്ട് വിശേഷം, ഇതിനകത്ത് ഞാൻ LIC കൂടി ചെയ്യുന്നുണ്ടോ, സാറിനൊരു പോളിസി എടുക്കാൻ പറ്റുമോ? അപ്പോൾ വിനോദ് സാറ് ഈ ആകെ വിഷമിച്ച് വെസ്റ്റീജിൽ ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ശല്യം കൂടി ഉണ്ടാവില്ല, നാളെ ലെഫ്റ്റ് ആയേക്കാം. അപ്പോൾ തന്നെ വിനോദ് സാറ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകും. കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താണ്, വിനോദ് സാറിന് എൻ്റെ സപ്പോർട്ട് ഇല്ലായിട്ടായിരിക്കും, അല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും ഞാൻ വിനോദ് സാറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ആ വിഷമം കൊണ്ട് അദ്ദേഹം ലെഫ്റ്റ് ആയിട്ട് ഞാനൊരു ടെൻഷൻ അടിച്ച് ഭ്രാന്ത് അയച്ച് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അയാൾ റിയാസിൻ്റെ മെസ്സേജ് കൊണ്ട് ആ LIC ജോയിൻ ചെയ്യിപ്പിക്കുന്ന പേടിച്ചിട്ടാണ് വിനോദ് ലെഫ്റ്റായി പോയിട്ടുണ്ടാവും. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഇതിൻ്റെ കൂടെ വേറൊരു ബിസിനസ്സും ചെയ്യാതിരിക്കുക, വേറൊരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെ പറയാം, ഒരു ഡൗൺലൈൻസും വേണമല്ലോ. വിനോദിൻ്റെ ഡൗൺലൈൻസാണ് രാജേഷ് ഏട്ടൻ. വിനോദ് രാജേഷ് ഏട്ടനോട് പറയാണ്, എൻ്റെ വൈഫ് ചൂരിദാറിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വൈഫിനോട് പറഞ്ഞിട്ട് കുറച്ച് ചൂരിദാറിനൊക്കെ എടുക്കാൻ പറയാം. ഈ എപ്പോഴും ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ മാത്രം വിനോദ് രാജേഷ് ഏട്ടനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ രാജേഷ് ഏട്ടൻ ധരിക്കുക വിനോദിന് വെസ്റ്റീജിൽ വല്ല കിട്ടുന്നില്ലെന്ന് തോന്നില്ലേ, ചുരിദാറിൻ്റെ കാര്യം മാത്രമേ അദ്ദേഹം പറഞ്ഞു, വെസ്റ്റീജിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ വെസ്റ്റീജിനെ കുറിച്ച് വല്ല ഇതൊന്നും ഉണ്ടാവില്ല. വേറെ ബിസിനസ്സാണ് ഇവിടെ പറയുന്നുണ്ടാവുക. അതായത് വേറൊരാൾ ഞാൻ ഇത് പറയാം, ആരെ പറയാം, സുമയും വീഡിയോ ഓണാക്കുന്നുണ്ട് പറഞ്ഞിട്ടോ. ഭീമയുടെ ഒരു ഡൗൺലൈനാണ് സുഷിത. ഓക്കെ, അല്ലെങ്കിൽ ബീനയുടെ ഒരു ഡൗൺലൈനാണ് ബീന. വേറെ ബിസിനസ്സിനെ കുറിച്ച് ഇതിനകത്ത് ഇൻവോൾവ് ആക്കാം. ഇപ്പോൾ അങ്ങനെ പേര് വിളിക്കേണ്ട ആരെങ്കിലും ഒരാൾ പറയാം. ഇതിലുള്ള ഏതെങ്കിലും ഒരു ഡൗൺലൈൻസിൽ വിളിക്കുകയാണ്, നിനക്ക് ഒരു എക്സ്ട്രാ വരുമാനത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു ചുരിദാറിൻ്റെ സെയിലും കൂടി ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം ഇതും കൂടെ ചെയ്തേക്ക്, അപ്പോൾ നിനക്ക് അതും കൂടെ എക്സ്ട്രാ വരുമാനം ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതിൽ 2-3 ചുരിദാറിൻ്റെ കച്ചവടമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 300 രൂപ അവിടെ ലാഭം കിട്ടിക്കണം. വെസ്റ്റീജിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ പോലും ജോയിൻ ആക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ഒരു 50 രൂപ പോലും കിട്ടിയിട്ടുണ്ടാവില്ല. ചുരിദാറിൻ്റെ കച്ചവടം ചെയ്തപ്പോൾ 300 രൂപ കിട്ടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താ, വെസ്റ്റീജ് ചെയ്യണ്ട, ആ ചുരിദാറിൻ്റെ കച്ചവടം ചെയ്യാം, അതായിരിക്കും ബെസ്റ്റ് അല്ലേ. എനിക്കങ്ങനെ അനുഭവം ഉണ്ട് കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ നമ്മുടെ ടീമിൽ നടന്നിട്ടുണ്ട്, ആൾക്കാർ കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്.
സർ കേൾക്കുന്നില്ല. സാറേ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നില്ല സർ. ഇപ്പൊ അത് കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, ഞാൻ മൊബൈലിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡൗൺലൈൻസിലേക്ക് വേറൊരു ബിസിനസ്സായിട്ട് നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ആ വ്യക്തി ചിലപ്പോൾ അതിലൊരു വരുമാനം ഇല്ലാതെ നിൽക്കുന്ന സമയത്ത്, വെസ്റ്റീജിൽ അവർക്ക് വല്ല ആരെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാതെ, ആരെ കൊണ്ട് സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കാൻ പറ്റാതിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളൊരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപ വേറൊരു ബിസിനസ്സിലൂടെ ഇതിൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടാവും. ആ വ്യക്തി അതിലൂടെ പോയി. എനിക്ക് ഒരുപാട് അനുഭവമുള്ളതാണ് എൻ്റെ ടീമിൽ തന്നെ. ചിലപ്പോൾ നിങ്ങൾ ഒരു സഹായത്തിനുള്ള സാമ്പത്തിക ബോധമുള്ള ഒരു ഫാമിലി ആയിരിക്കും, അവർ ഇതിലൂടെ ഒരു 1000 രൂപ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ച് സഹായിക്കാൻ വേണ്ടിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നെ ആ വ്യക്തി വെസ്റ്റീജ് ബിസിനസ് കാണില്ല. ഇതിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കുള്ള അനുഭവം കണ്ടിട്ടുണ്ടോ അല്ലേ? വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വേറെ ബിസിനസ് കൊണ്ടുപോയി അവർക്ക് കാണുന്നു. അപ്പോൾ വേറെ ഒരു ബിസിനസ്സും ഇതിലേക്ക് നിങ്ങൾ സംസാരിക്കാതിരിക്കാനും, ഇതിനകത്തുള്ള ഒരാളായിട്ട് സംസാരിക്കാതിരിക്കാനും അവരായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ ബിസിനസ്സിനെ ഡാമേജ് ആക്കുന്നുണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഇതില് കാർഡിനാർ റൂൾസിൽ വരുന്നത്. വെസ്റ്റീജ് വിന്നിംഗ് ടീമിന്റെ കാർഡിനാർ റൂളാണിത്. SP വരൽ സാർ ചെയ്ത് ഈ കാർഡിനാർ റൂൾ അദ്ദേഹം ഫോളോ അപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് അദ്ദേഹം 80 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്നത്. ഒന്നുമില്ലാതെ ഇന്ന് ഇത്രയും ആൾക്കാർ, ഇത്രയും 30 ലക്ഷം 40 ലക്ഷം 50 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരെ ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചത് അദ്ദേഹത്തിന്. അല്ലെങ്കിൽ പല പല കാരണങ്ങൾ പറഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ ആൾക്കാർ ടീമും ഇല്ലാതെ ഡാമേജ് ആയി നിർത്തി പോകുന്നുണ്ടാവും. ഞാനും എൻ്റെ ടീമിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ച് നിർത്തിപ്പോയി. എൻ്റെ ആദ്യ ബിസിനസ് വന്ന സമയത്ത് ഈ സുമേഷ് സാറിന്റെ അപ്ലൈൻ കാസർഗോഡ് ടീമാണ്. ഏകദേശം 145 പേര് ഒരു ഓർഗനൈസേഷൻ അങ്ങനെ വിളിച്ചു പോയിട്ടുണ്ട് ഒരു നെഗറ്റീവ് ഷെയർ ചെയ്തപ്പോൾ. 2 സഹോദരികളാണ് ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്നത്. വോയിസ് കേൾക്കുന്നുണ്ട് സുമേഷ്? എൻ്റെ ഒരു കോൾ വന്നുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ. 2 സഹോദരികളാണ് എൻ്റെ സുമേഷിന്റെ അപ്ലൈൻ ആയിരുന്നു. അവര് തമ്മിൽ എന്തോ വീട്ടിലെ ഫാമിലി പ്രോബ്ലം ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. ചേച്ചിയോടുള്ള ദേഷ്യത്തിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു, ഈ ബിസിനസ് ആരും ചെയ്യേണ്ട തട്ടിപ്പാണെന്നാണ്. ഞാൻ കമ്പനിയിലായതുകൊണ്ട് ഫോണിൽ മെസ്സേജും കണ്ടിട്ടില്ല. ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ആരുമില്ല, എല്ലാവരും ഞാൻ മാത്രമേ എടുത്തു. കംപ്ലീറ്റ് ആൾക്കാർ നിർത്തിപ്പോയി. ആ ഒരു സഹോദരിയുടെ ഒരു നെഗറ്റീവ് മെസ്സേജ് പാസ് ചെയ്തപ്പോൾ ആ ബിസിനസ് എല്ലാവരും സ്റ്റോപ്പ് ചെയ്ത് പോയി. സുമേഷിന്റെ അപ്ലൈനും ഇല്ല, ആരുമില്ല, സുമേഷ് ഒറ്റക്കായി. മനസ്സിലായില്ലേ? അതുപോലെയാണ് നമ്മൾ ഒരിക്കലും വേറൊരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാതിരിക്കുക. ഈ ഒരു കാർഡിനാർ റൂൾ നമ്മൾ അനുസരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിന് ഒരു ഡാമേജും വരില്ല. നല്ല രീതിയിൽ നമുക്ക് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. SP ബർഗിൽ സാറിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ, സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും നമുക്ക് വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ്സിലേക്കാണ് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ, ഇപ്പൊ ബിജിമോളും റിയൊക്കെ പുതിയ ആൾക്കാരാണ്. ഈ പറയുന്ന കാര്യങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ലാത്തില്ല കേട്ടോ. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും വരുമാനം വാങ്ങിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ബിസിനസ്സാണ്. വിന്നിംഗ് ടീം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആ സിസ്റ്റത്തിലേക്ക് വരാൻ ശ്രമിക്കുക. അതിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കുന്നുണ്ടാവും. ഈ മീറ്റിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി റിയൂണിയൻ FRUവിന്റെ ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്. ഹിന്ദി ആയിരുന്നു. പല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഫാമിലി റിയൂണിയൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഹൈദരാബാദും ഡൽഹിയിലൊക്കെയാണ്. ഹൈദരാബാദിൽ 2 പ്രോഗ്രാം ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഏപ്രിൽ അറ്റൻഡ് ചെയ്തതാണ്. ആ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വെസ്റ്റീജിന്റെ വിന്നിംഗ് ടീമിന്റെ എല്ലാ ടീമും ഒത്തൊരുമിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സക്സസ് ആയ ആൾക്കാർ കാണാൻ സാധിക്കുന്നുണ്ടാവും. 7000 പേരൊക്കെ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അതിന് ചെറിയൊരു എക്സ്പെൻസ് ഉണ്ട്. ഏകദേശം 8000 രൂപയോളം ചിലവാകും. ഹൈദരാബാദിലാണ്. അവിടെയൊക്കെ അറ്റൻഡ് ചെയ്യാൻ ഇതിലെല്ലാവർക്കും പറ്റുമെന്നല്ല, കുറെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആ ഒരു പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഈ ഫെബ്രുവരി മാസം കൊച്ചിയിൽ ഇതിന്റെ ബ്രോൺസ് ആൻഡ് അബോവ് ആവുന്ന ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ലീഡർഷിപ്പ് കോൺക്ലേവ് നൽകി ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന സിസ്റ്റം പഠിപ്പിക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. ഞാൻ പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ പോരായ്മകൾ ഇപ്പോഴും ഉണ്ട്. എന്റെ വരുമാനം കുറയുന്ന സമയത്ത് ഞാൻ അപ്ലൈനിലേക്ക് പോയിരിക്കും. സാറേ ഇപ്രാവശ്യം ഞാൻ ഇത്രയും വർക്ക് ചെയ്തിട്ട് എനിക്ക് വരുമാനം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ 15,000 കുറവായിരുന്നല്ലോ സാറേ. അപ്പോൾ പറയും സാറേ ഷാജീബ് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞു ആ ട്രെയിനിങ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കറക്റ്റ് മനസ്സിലാവും. നീ വർക്ക് ചെയ്യുന്നത് റോങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന സ്ഥലത്ത് നീ കൂടുതൽ വർക്ക് ചെയ്യുന്നു, ഇന്ന സ്ഥലത്ത് നീ വർക്ക് ടൈം കുറക്കുന്നുണ്ട്.
ആ ടൈം മാനേജ്മെന്റ് തെറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇൻകം കുറയുന്നത്. അപ്പൊ കറക്റ്റ് ആണത്. ഞാൻ വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ടൈം മാനേജ്മെന്റ് അവിടെ പോയിട്ട് കൂടുതൽ വർക്ക് ചെയ്യും, ഇന്ന സ്ഥലത്ത് കുറച്ച് വർക്ക് ചെയ്യും. അതിനുള്ള ഒരു ട്രെയിനിങ് ആണ് ലീഡർഷിപ്പ് കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നത് കൊച്ചിയിൽ. ഫെബ്രുവരി മാസമാണ് വരുന്നത്. 3500 രൂപയാണ് ചെലവ്. പക്ഷെ ആ 3500 ട്രെയിനിങ്ങിനല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ നിങ്ങൾക്ക് 2 ദിവസത്തെ ഭക്ഷണം താമസവും അവിടെ ഉണ്ട്. അതിനുള്ള ചെലവാണത്. ട്രെയിനിങ് ഒക്കെ ഫുൾ ഫ്രീ ആണ്. ആർക്കെങ്കിലും കുറച്ച് അച്ചീവ്മെന്റ് ചെയ്ത ആൾക്കാർ മാത്രം പങ്കെടുത്താൽ മതി. തീരെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ പങ്കെടുക്കേണ്ട കാരണം ഒന്നും മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 12% ആൾക്കാർക്ക് പങ്കെടുക്കാൻ കുഴപ്പമില്ല, അവർക്ക് അത്യാവശ്യം മനസ്സിലാവും. ഒരു ബ്രോൺസ് ആൻഡ് എബോവ് ആൾക്കാർ ആ പ്രോഗ്രാം പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാനും വാങ്ങിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവും. അതുപോലെ ഫിസിക്കൽ ആയിട്ടുള്ള CND പോലുള്ള പ്രോഗ്രാമുകൾ, CEO പോലത്തെ പ്രോഗ്രാമൊക്കെ നിങ്ങൾ നാട്ടിൽ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഗ്രൂപ്പിൽ കാണുവാണെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എപ്പോഴും നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. തിരൂർ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ തലശ്ശേരി പല സ്ഥലത്തുള്ള CEOകൾ CNDകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അത് നിങ്ങളുടെ അടുത്താണെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇന്നലെ കാസർഗോഡ് CND 97 പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 97 പേര് റെക്കോർഡാണ്. കമ്പനി അവിടെ ഒരു പ്രോഗ്രാം ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല, ആദ്യത്തെ ഫംഗ്ഷനാണ്. 97 പേര് പങ്കെടുത്തു. കമ്പനി അവിടെ തന്നെ ഡിക്ലെയർ ചെയ്തു ഇനി എല്ലാ ട്രെയിനിങ്സും കാര്യങ്ങളും കാസർഗോഡ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ഏരിയകളിൽ ഫിസിക്കൽ മീറ്റുകളിൽ എവിടെയും കൊണ്ട് പങ്കെടുക്കാനും അതിലുള്ള ഒരുപാട് നോളജ് നിങ്ങൾക്ക് നമ്മൾ സൂം മീറ്റിംഗ് വഴി ഓൺലൈൻ വഴിയാണ് നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ മാത്രമേ ഉള്ളൂ ഓൺലൈനിലൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു എക്സ്പെൻസ് ഇല്ലാതെ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് ഫിസിക്കൽ മീറ്റിലൂടെ പങ്കെടുക്കുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് കേരളത്തിലുള്ള ഒരുപാട് ലീഡേഴ്സ് എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു, സാർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് എനിക്ക് പഠിപ്പിച്ചു തരുമോ, സാറിനോട് ഒരു 3-4 ദിവസം നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ടോപ്പ് ലീഡർ ക്രൗൺ ലീഡേഴ്സ് എന്നെ ഇന്ന് വിളിച്ചു. അവരെ കൂടെ അവരെ ടീം മീറ്റിലേക്ക് അവരെ പ്രസന്റേഷനിലേക്ക് 2-3 ദിവസം വന്നിരുന്ന് സംസാരിക്കുമോ, സാർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്ന അറിയാൻ പറ്റാണ്. കാരണം നമ്മളിത് ഫിസിക്കലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസ് ആവുന്നുണ്ട്. കാസർഗോഡേക്ക് പോയി പ്ലാൻ കൊടുക്കാൻ പോകുന്നു, അവർ പ്ലാൻ കേൾക്കുന്നു, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ ഈ ഇത്തിരി എക്സ്പെൻസും വേസ്റ്റായി ഒരു കാര്യമില്ല. നമുക്ക് 10 രൂപ പോലും ബസ്സിന് കൊടുക്കേണ്ട, ലുങ്കി ഇട്ടുകൊണ്ട് പ്ലാൻ കൊടുക്കാൻ പറ്റും. കാരണം തല മാത്രമേ കാണുള്ളൂ, സൂമിലാണ് ഇരിക്കുന്നത് അല്ലേ. ഒരു ഷർട്ട് മാത്രം ഇട്ടിട്ട് നേരെ പ്ലാൻ കൊടുക്കാൻ പറ്റും. ചാവുൽ സാർ വീട്ടിൽ ഇരുന്നിട്ട് ഇത്രയും പ്ലാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ടാണ് പ്ലാൻ കൊടുക്കുന്നത്. ആരും കാണില്ല, ലുങ്കിയാണോ ട്രൗസറാണോ ആരും കാണില്ല. ധൈര്യമായിട്ട് നമുക്ക് വീട്ടിലിരുന്ന് പ്ലാൻ കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ ചായ ഉണ്ടാവും, വീഡിയോ ഓഫ് ആക്കി ചോറുണ്ടാവും, കഴിക്കാം, പ്ലാൻ നടക്കുന്ന ബിസിനസ് നടക്കുന്ന 5-10 ജോയിനിങ് ഡെയിലി ചാവുൽ സാർ ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് പ്ലാൻ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കെങ്കിലും ഫിസിക്കൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പുതുതായിട്ടുള്ള ലീഡേഴ്സിന്റെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. എന്നേക്കാളും അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഈ കാർഡിനൽ റൂൾ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരാൾ ഡു നോട്ട് ഹാർട്ട് ആരെയും ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. എന്റെ അനുഭവങ്ങളും വെസ്റ്റേജ് വിന്നിംഗ് ടീമിന്റെ കാർഡിനൽ റൂളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ എന്നോട് ആരെങ്കിലും സാറെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്, കുറെ ആൾക്കാർ ചെയ്ത് കൊടുക്കാതിരുന്നുണ്ട്. നിങ്ങൾ ആരും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് ഒരു കാർഡിനൽ റൂൾ. ഇത് ഞാൻ മാത്രം പറഞ്ഞല്ല, നിങ്ങൾ ഏത് കാർഡിനൽ റൂളിന്റെ മീറ്റിംഗ് കേട്ടാൽ ഈ കാര്യം മാത്രമേ പറയുള്ളൂ. കേട്ട ആൾക്കാരും കത്തുണ്ട്. അതുകൊണ്ടാണ് ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിട്ടോ ബുദ്ധിമുട്ടാൻ വേണ്ടി പറഞ്ഞല്ല. ഇതിന്റെ കാരണത്തിൽ ആരും ബിസിനസ് സ്റ്റോപ്പ് ചെയ്തേക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ് കാണാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും ഇതിൽ 100% സത്യസന്ധമായിട്ട് ഇതിലൂടെ 1 ലക്ഷം രൂപ വരുമാനം വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ബിസിനസ് കളയരുത്. നിങ്ങളോടൊപ്പം ആരും ജോയിൻ ചെയ്തിട്ടില്ല, 1 വർഷം വരെ ഒരാളെ പോലും ജോയിൻ ചെയ്യിപ്പിക്കാൻ സാധിച്ചില്ല. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സോപ്പും പേസ്റ്റും ചായപ്പൊടിയും സാധനങ്ങളും ഇതിനകത്ത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇതിലുള്ള മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നുണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ടീമിലെ ഭീമാ സാബു എന്ന വ്യക്തി. 1 വർഷം ഒന്നും ചെയ്യാൻ സാധിക്കാതെ എന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ പിഴിഞ്ഞ് എന്നെ ഒരു അപ്ലൈൻ എന്ന വ്യക്തിയെ പ്രോപ്പറായി യൂസ് ചെയ്ത ലീഡറാണ് ഭീമാ സാബു. ഇന്ന് വീട്ടിലിരുന്നു കൊണ്ട് നല്ലൊരു വരുമാനം വാങ്ങിക്കുന്ന, അടുത്ത വർഷം 2025 എന്ന വർഷം 1 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് പോകുന്ന ലേഡിയാണ്, വീട്ടമ്മയാണ്. വീട്ടിലിരുന്നു കൊണ്ട് അവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചുകൊണ്ടാണ് അത്രയും വരുമാനം വാങ്ങിക്കുന്നത്. ഞാനും ഇപ്പം കോൺഫിഡൻറ്റോട് പറയുകയാണ്, ഇതിലുള്ള ഏതൊരു വീട്ടമ്മയും ഒരു വിദ്യാഭ്യാസം വേണ്ട, ഒരു സൗന്ദര്യം വേണ്ട, ഒരു ആരോഗ്യം വേണ്ട, ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഈ ബിസിനസ് വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കണം, സാറേ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് സാറേ, എനിക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അറിയില്ല സാറേ, സൂം ഉപയോഗിക്കാൻ അറിയില്ല സാറേ, എനിക്ക് വിജയിക്കണം, സാറിന്റെ വാക്കുകൾക്കും വിജയിക്കണം എന്ന് എനിക്ക് തോന്നലുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോടും കൂടി പറയാണ്,
നിങ്ങൾക്ക് ഒരു കഴിവും വേണ്ട. വിജയിക്കണം എന്ന് ആഗ്രഹമുള്ള സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വിജയിപ്പിച്ചു തരാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ് നമ്മുടെ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ അത്രക്കും പവർഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക. ID ക്രിയേഷൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ അതൊരു കാര്യമാണ്. KYC ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, സാർ ആ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ഒരാൾ പർച്ചേസ് ചെയ്യാൻ തന്ന സമയത്ത്, സാർ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ ഞങ്ങൾ റെഡിയാണ്. അത് പഠിച്ചാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഒരു അറിവും ചെറുതല്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും എന്നൊരൊറ്റ തീരുമാനം എടുക്കുക. കാരണം എനിക്ക് നിങ്ങളെ പോലെയല്ല ഈ പ്രസന്റേഷൻ ഇതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ അല്ലായിരുന്നു. അത്രയ്ക്കും ലോ എനർജി ഉള്ള ആളാണ്. ആരോടും സംസാരിക്കാതെ സ്റ്റേജിന്റെ പിറകെ പോയി നിൽക്കുന്ന വ്യക്തിയാണ്. കോർഡിനേഷൻ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, പക്ഷെ വേറെ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. ഓരോരോ ആൾക്കാർക്കും ഓരോരോ കഴിവുകളുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത് അതിനെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഉള്ള കഴിവിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കോർഡിനേഷൻ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ, ഒരു മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ മീറ്റിംഗ് പ്രൊമോട്ട് ചെയ്ത് ആ ബിസിനസ് നല്ല ഉഷാറാക്കി കൊണ്ടുപോകുക. പ്രസന്റേഷൻ കഴിവുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡൗൺലൈൻസ് നല്ല പ്രസന്റേഷൻ കഴിവുള്ള ആളാണെങ്കിൽ അവരെ പ്രസന്റേഷൻ സ്കില്ലിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലാതെ അയാൾ എന്നെക്കാട്ടും പ്രസന്റേഷൻ ചെയ്യുന്ന കഴിവുള്ള ആളാണ് അയാളെ ചവിട്ടി താഴ്ത്താൻ നോക്കരുത്. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അസറ്റായി മാറ്റാൻ സാധിക്കും. അദ്ദേഹത്തിലൂടെ നിങ്ങൾക്ക് വലിയ ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ മാക്സിമം ഒരു ബിസിനസ് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. 2025 എന്ന വർഷം ഈ 53 പേർക്ക്, ഇന്ന് 77 ആൾക്കാർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട്, ആ 77 പേർക്കും 2025 എന്ന വർഷത്തിൽ മിനിമം വരുമാനം 25,000 രൂപയാണ്. അതിൽ മാക്സിമം 1 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ടീമാണ് നമ്മൾ. അതിന് ഞാൻ റെഡിയാണ്, നിങ്ങളോടൊപ്പം നിങ്ങളും അതിന് റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൽക്കാലം ഇന്ന് എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ബാക്ക് ടു നീതു മേഡം. സാർ, താങ്ക് യു സോ മച്ച്. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം സാർ പറഞ്ഞു തന്നു. കുറച്ച് സമയം അധികം സാറ് നമ്മളോട് സംസാരിച്ചു. എന്തായാലും അല്ലെ, നമ്മൾ തെറ്റ് പറ്റാത്തതായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. മനുഷ്യ സഹജമാണ് തെറ്റുകൾ പറ്റുക എന്നുള്ളത്. പക്ഷെ അത് തിരുത്താൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, അതിനൊരു മനസ്സ് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഷാഹുൽ സാറിന് ഒരു പ്രത്യേക താങ്ക്സ്. സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ചെറിയ ഒരു വലിയ എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്തു. എല്ലാവർക്കും നല്ലൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എന്ന് ഒന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. വിഷ് യു വെൽ.